മഹാനായ ശൈഖുന ഖുത്ബുൽ-ആലം ശൈഖുന സി.എം. വലിയുല്ലാഹി മടവൂരി ഖദ്ദസല്ലാഹു സ്വറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ട് നേർച്ച പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൽ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ നാമധേയത്തിൽ മടവൂരിൽ സ്ഥാപിതമായ സി.എം. സെൻ്റർ എന്ന സ്ഥാപനത്തിൽ വളരെ വിപുലമായി ആണ്ട് നേർച്ച കഴിഞ്ഞു. അവിടുത്തെ വസതിയാകുന്ന അവിടുത്തെ വീട്ടിലും ആണ്ട് നേർച്ച കഴിഞ്ഞു. ഇപ്പോഴും ലോകത്തിൻ്റെ നാനാഭാഗത്തും മഹാനവറുകളുടെ ആണ്ട് നേർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 3 ദിവസങ്ങളിൽ ശനിയും ഞായറും തിങ്കളും നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മഹാനവറുകളുടെ ആണ്ട് നേർച്ചയുമായി അനുബന്ധിച്ച് പ്രോഗ്രാം നടത്താൻ നമ്മുടെ അഡ്മിൻസ് തീരുമാനിച്ചു. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ 3 ദിവസം മഹാനവറുകളുടെ പേരിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ലൈവിലൂടെ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവസാനം നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നറിയില്ല. ഇവിടെയൊക്കെ മഴയായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാലാവസ്ഥ ചിലപ്പോൾ പ്രതികൂലമാകുമ്പോൾ നമ്മുടെ ലൈവ് തുടങ്ങാൻ അല്പസമയം ചിലപ്പോൾ വൈകിയെന്ന് വരും. ഇൻഷാ അല്ലാഹ് കൃത്യം 8:30 തന്നെ നാളെയും മറ്റന്നാളൊക്കെ നമ്മുടെ പ്രോഗ്രാം രാത്രി സമയത്ത് ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ധാരാളം ആളുകൾ വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറയും ലാപ്ടോപ്പൊക്കെ വാങ്ങുന്നതിലേക്ക് സംഭാവനകൾ തന്ന എത്രയോ ആളുകൾ ഇന്നും എപ്പോഴും വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയും. അല്ലാഹുവേ അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, ഹൈറ് കൊടുക്കണേ റഹ്മാനെ, അവരാഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, അവരെ മുറാദുകളൊക്കെ നീ ഹാസുലാക്കണേ അല്ലാഹ്, ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയത്തിലേക്ക് വരികയാണ്. മഹാനായ ശൈഖുന സി.എം. വലിയുല്ലാഹി മടവൂർ ഖദ്ദസല്ലാഹു സ്വറഹുൽ അസീസ് മഹാനവറുകളുടെ ജീവിതം വലിയ അത്ഭുതമാണ്. ഒരുപാട് പാഠങ്ങൾ വിശ്വാസികളായ ഈ സമൂഹത്തിന് പഠിച്ചെടുക്കാൻ മഹാനായ ശൈഖുനയുടെ ജീവിതം ധാരാളമുണ്ട്. ധാരാളം അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ടാകും. ധാരാളം കറാമത്തുകൾ സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച എത്രയോ കറാമത്തിൻ്റെ കഥകൾ ഇന്നും ജീവിച്ചിരിക്കുന്ന പലർക്കും അത് പറയാനുണ്ട്. പലരും പറയാനുണ്ട്, ഉസ്താദേ ഞങ്ങൾ ശൈഖുനയെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഹയാത്ത് കാലത്ത് ശൈഖുനയെ ഞങ്ങൾ കണ്ടവരാണ്, മടവൂർ പാപ്പാന്റെ സമീപത്ത് എന്നവരാണ്. മടവൂർ പാപ്പാനെ കാണാൻ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഞങ്ങൾ വരികളിൽ നിന്ന് വരിയായി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങളവറുകളെ കാണാൻ വരുമ്പോൾ ഞങ്ങളും ആ വരിയിലുണ്ടായിട്ടുണ്ട്, ഞങ്ങളും കണ്ടിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ മാറിയിട്ടുണ്ട്, ഞങ്ങളെ കടങ്ങൾ വീടിയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് മടവൂർ പാപ്പാന്റെ ഒരൊറ്റ വാക്കിലൂടെ അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ പറയുന്ന ധാരാളം മുത്തു മുഅ്മിനീങ്ങൾ. അല്ലാഹുവേ മടവൂർ പാപ്പാന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ആ മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു മടവൂർ പാപ്പാന്റെ കാവൽ നമുക്ക് നൽകട്ടെ. നമ്മൾ എന്ത് സങ്കടം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് വിഷമം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിലും, ഏത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ മഹാനായ മടവൂർ പാപ്പാന്റെ ഹളറത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുക. കടം വീടാൻ ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്, മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്, ഉസ്താദേ രോഗം ശിഫിയാവണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരുണ്ട്. എത്രയെത്ര സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളുടെ പർവ്വതക്കെട്ടുകളുമായി അള്ളാഹുവിൻ്റെ ദുനിയാവിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളുമായി ജീവിക്കുന്ന എത്രയോ സാധുക്കളുണ്ട്. അവർക്കെല്ലാവർക്കും തനിയാണ് മഹാനായ ശൈഖുന സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. അഴ്തിനാ മിൻകൽ ഇഗാസത ഇൻദ കുല്ലി ഹൗലിനാ സുബ്ബ ഫീനൽ അംന മിൻകും ശൈഖനാ മടവൂർ വലി. എല്ലാവരും ചൊല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ശൈഖുന സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു പ്രയാസങ്ങളും
പ്രതിസന്ധികളും പർവ്വത സമാനമായ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ജീവിതത്തിൽ നമ്മെ തേടി വരുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ സലാമത്താണ്. മഹാനായ ശൈഖുനാ സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു എത്ര ആളുകളാണ് അവിടുത്തെ സമീപത്ത് വന്ന് സങ്കടം പറയാറുള്ളത്, എത്ര ആളുകളാണ് അവിടുത്തെ സമീപത്ത് വന്ന് വിഷമം പറയാനുള്ളത്. മനസ്സിൻ്റെ അകത്ത് എന്ത് സങ്കടമുണ്ടെങ്കിലും മടവൂരിലേക്ക് ഫാത്തിഹ ഓതുമ്പോൾ മനസ്സിൻ്റെ അകത്ത് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുകയാണ്. എത്ര വലിയ വിഷമമുണ്ടെങ്കിലും എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും ഏത് പ്രയാസ പ്രതിസന്ധി സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും മഹാനായ സി.എം. അവരുടെ ഹദ്റത്തിലേക്ക് നമ്മളൊരു ഫാത്തിഹ ഓതലോടുകൂടി ആ വിഷമം അല്ലാഹു നമുക്ക് മാറ്റിത്തരുകയാണ്. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എത്രയോ പറയാനില്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങൾ അനുഭവിച്ചവരായിരിക്കാം. ആര് നിങ്ങളെ തകർക്കാൻ നോക്കിയാലും മടവൂരു പാപ്പാനെ പിടിച്ചു നിൽക്കുന്നവരാരാ? മടവൂരു പാപ്പയുമായിട്ട് ബന്ധമുള്ളവരാരാ? മഹാനായ ശൈഖുനാ സി.എം. വലിയുല്ലാഹി തങ്ങളവറുകളുമായിട്ട് കണക്ഷനുള്ളവരാരാണ്? നിരന്തരം അവിടത്തേക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നവരാരാണ്? അവർക്ക് മഹാനവറുകളെ കാവൽ ലഭിക്കുമെന്ന് മറന്നു പോവണ്ട. ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവേ, മഹാനവറുകളുടെ കാരുണ്യ പ്രവർത്തനം എത്രയാണ്! മുഴുവൻ ആളുകളോടും കാരുണ്യം കാണിക്കുന്ന മഹാനാണ്. മനുഷ്യരോട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മൃഗങ്ങളോടെ കാരുണ്യം കാണിക്കുന്ന മഹാനാണ്. ഈ ജന്തുക്കളോടെ കാരുണ്യം കാണിക്കുന്ന മഹാനാണ്. ശൈഖുനാ സി.എം. വലിയുല്ലാഹി അവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. മുഴുവൻ ആളുകളോടും സ്നേഹത്തോടെ പെരുമാറുന്ന മഹാനാണ്. ആര് വന്ന് സങ്കടം പറഞ്ഞാലും ആ സങ്കടം ഏറ്റെടുത്ത് അതിന് പരിഹാരം നൽകുന്ന ഏറ്റവും നല്ല കാരുണ്യത്തിന്റെ സ്വഭാവത്തിന്റെ ഉടമയാണ് ഖുത്ബുൽ-ആലം ശൈഖുനാ സി.എം. വലിയുല്ലാഹ്. നമ്മുടെ മുമ്പിലേക്ക് സങ്കടങ്ങളുമായി വരുന്നവർക്ക് പരിഹാരം നൽകുമ്പോൾ അവർക്ക് എത്ര വലിയ സമാധാനമാണ്. നമ്മൾ വലിയ ഒരു പ്രതിസന്ധിയിൽ പെടുന്ന സമയത്ത് നമ്മളെ സ്നേഹത്തോടെ സഹായിക്കുന്ന നമ്മുടെ കൂട്ടുകാരനെ നമുക്ക് മറക്കാൻ പറ്റുമോ? നമുക്ക് ധൈര്യത്തിൻ്റെ വാക്കുകൾ പകർന്നു തരുന്ന നമ്മുടെ കൂട്ടുകാരെ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സ്നേഹിതനെ പോലെ നമ്മളോട് സ്നേഹം കാണിച്ച് ആദരവ് കാണിച്ച് നമുക്ക് വിജയത്തിലേക്കുള്ള വഴികൾ കാണിച്ചു തരുന്നവരെ മറക്കാൻ കഴിയോ കൂട്ടുകാരാ? അതല്ലേ ഏറ്റവും വലിയ സ്നേഹം, അതല്ലേ ഏറ്റവും വലിയ സഹായം. നമ്മളെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെ ഒരാൾ സഹായിക്കുന്ന സഹായത്തിനാണ് ഏറ്റവും വലിയ മഹത്വമുള്ളത്, പവറുള്ളത്, സ്ഥാനമുള്ളതെന്ന് നമ്മൾ മറന്നു പോവണ്ട. ശൈഖുനയുടെ ജീവിതം അങ്ങനെയല്ലേ? ശൈഖുനയുടെ ജീവിതം അങ്ങനെയല്ലേ? ധാരാളം ആളുകൾ ശൈഖുനായുടെ സമീപത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടുത്തെ ജീവിതകാലത്തും അങ്ങനെ തന്നെ, വഫാത്തിന്റെ ശേഷവും അങ്ങനെ തന്നെയാണ്. മക്കളില്ലാത്തവർ എത്ര പേരാണ് ശൈഖുനയുടെ സമീപത്ത് വന്ന് പരാതി പറയാറുള്ളത്? കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി വല്ലാത്ത പ്രയാസപ്പെടുന്ന എത്ര സഹോദരങ്ങളാണ് മടവൂര് പാപ്പാന്റെ ഹദ്റത്തിൽ വന്ന് സങ്കടങ്ങൾ പറയാറുള്ളത്? വീടില്ലാത്തവർ, മക്കളെ കെട്ടിക്കാനുള്ളവര്, ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളുമായി അവിടുത്തെ തിരുഹദ്റത്തിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ഒരു വാക്കിലൂടെ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ ഒരു വാക്കിലൂടെ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ്? അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ വിലായത്തിന്റെ ഉന്നതമായ പദവി അവർ നേടിയതൊക്കെ എങ്ങനെയാ? അല്ലാഹു നൽകിയത് മുഴുവനും അല്ലാഹുവിന് വേണ്ടി കൊടുത്ത ഔലിയാക്കന്മാരാണവരെ. നമ്മളെപ്പോലെ ബുദ്ധിയും വിവേകവും വികാരവുമുള്ള മഹാന്മാരായ ഔലിയാക്കന്മാർ, അവരുടെ കണ്ണ് അവർ അല്ലാഹുവിന് കൊടുത്തവരാണ്. അവരെ കാതുള്ളവർ അല്ലാഹുവിന് കൊടുത്തവരാണ്. അവരെ നാവുള്ളവർ അല്ലാഹുവിന് കൊടുത്തവരാണ്. അവരെ ചിന്തകൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ഉറക്കുകളും അവരുടെ ഉണർവുകളും യാത്രകളും വിശ്രമങ്ങളുമെല്ലാം അവർക്ക് അല്ലാഹു നൽകിയ ഓരോ സെക്കൻഡുകൾ മുഴുവനും അല്ലാഹു 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 അല്ലാഹ്
എന്ന ചിന്തയിലൂടെ മാറ്റിവെച്ച കാരണം കൊണ്ട് അവർക്ക് അള്ളാഹു വലിയ പദവി നൽകിയിട്ടുണ്ട്. മറന്നു പോവണ്ട. ഖുതുബുൽ ആലമീന് അള്ളാഹു നൽകിയ സ്ഥാനം എത്രയാണ്! ഖുതുബുൽ ആലമീന് അള്ളാഹു നൽകിയ മഹത്വം എത്രയാണ്! എത്രയോ ക്യാൻസർ രോഗികൾ മഹാനായ മടവൂർ പാപ്പാന്റെ സമീപത്ത് വന്ന് സങ്കടം പറയുമ്പോ ആ രോഗമിനി വേണ്ട എന്ന ഒരു വാക്കിലൂടെ അള്ളാഹു ആ രോഗത്തിന് അള്ളാഹു ശിഫ നൽകുകയാണ്. എത്ര വലിയ വിഷമമുള്ള ആളുകൾ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാര് മടവൂര് വന്ന് സങ്കടം പറയുമ്പോ ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് എത്ര ആളുകൾക്കാണ് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്തത്. എത്രയോ പേര് അനുഭവങ്ങൾ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മുറുകെ പിടിച്ചോ കൂട്ടുകാരാ, മഹാനായ ഖുതുബുൽ ആലമീനെ മുറുകെ പിടിച്ചോ പെങ്ങളെ. നിങ്ങളെ സങ്കടങ്ങൾക്ക്, നിങ്ങളുടെ കണ്ണുനീരുകൾക്ക്, നിങ്ങളെ പ്രതിസന്ധികൾക്ക്, നിങ്ങളെ പ്രയാസങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, പട്ടിണികൾക്ക്, ദാരിദ്ര്യങ്ങൾക്ക്, നിങ്ങളെ കടങ്ങൾക്ക്, നിങ്ങളെ വിഷമങ്ങൾക്ക്, മനസ്സിൻ്റെ അകത്ത് നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങൾക്ക് പരിഹാരമാണ് ശൈഖുനാ സിയം വലിയുള്ളാഹ് കമ്മനീനിൻ قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. അല്ലാഹു യാ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ ഖുതുബുൽ ആലമീന്റെ കാവല് തരണേ അല്ലാഹ്. ഖുതുബുൽ ആലമീന്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനോട് മാത്രമല്ല കാരുണ്യം കാണിച്ചത്, മനുഷ്യർക്കെല്ലാവർക്കും മഹാനവറുകൾ വലിയ കാരുണ്യമാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ ഖുതുബുൽ ആലമീന്റെ മുമ്പിൽ വന്ന് സങ്കടം പറയാറില്ലേ? നമ്മുടെ സ്വഭാവം അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ. നമ്മളോട് ആര് വന്ന് സങ്കടം പറഞ്ഞാലും അവരുടെ സങ്കടങ്ങൾ അകറ്റാൻ, അവരുടെ വിഷമങ്ങൾ മാറ്റാൻ, പ്രതിസന്ധികൾ മാറ്റാൻ, കണ്ണുനീര് തുടച്ചു കൊടുക്കാനുള്ള മനസ്സാണ് ഒരു കാരുണ്യമുള്ള സ്നേഹമുള്ള ഹൃദയത്തിന്റെ പ്രകാശമുള്ള മനസ്സെന്ന് തിരിച്ചറിവ് ശൈഖുനാ മടവൂർ പാപ്പയിൽ നമ്മൾ പഠിച്ചെടുക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് ഖുതുബുൽ ആലം ഒഴിഞ്ഞു മാറാറില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകളല്ലേ അവിടുത്തെ സവിധത്തിൽ വന്ന് സങ്കടം പറയാറുള്ളത്. ഒരാളെയും മടക്കി വിടാതെ ശത്രുക്കളെയും മിത്രങ്ങളെയും സ്നേഹിച്ച മഹാൻ. എല്ലാവർക്കും മഹാനവറുകൾ കാരുണ്യമാണ്. അങ്ങനെയാവണം കൂട്ടുകാരാ നമ്മുടെ സ്വഭാവം. മടവൂർ പാപ്പ നമുക്ക് മാതൃക കാണിച്ചു തന്നതല്ലേ, നമ്മുടെ ഉസ്താദുമാരെ നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ്. ആര് നമ്മുടെ മുമ്പിൽ വിഷമം പറഞ്ഞാലും അത് കേട്ടുകൊടുക്കാനും അതിന് പരിഹാരം നൽകാനും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണെന്ന് നമ്മൾ മറന്നു പോവണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും മദീനയിൽ നടന്നു പോകുമ്പോൾ ഒരു പ്രിയപ്പെട്ട അറാബിയായ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നൊരു സങ്കടം പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യാത്രക്കിറങ്ങിയതാണ്. ആ യാത്രക്കിടയിൽ വന്നുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട അറാബിയായ ചെറുപ്പക്കാരൻ വന്ന് പരാതി പറയുന്നത്. ഉടനെ തന്നെ സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുന്ന, മോനെ, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും ഒരു യാത്രക്കിറങ്ങിയതാണ്. ഈ യാത്ര പോകുന്നതിൻ്റെ ഇടയിലാണോ നീ കയറി വരുന്നത്? നിനക്ക് വേറെ സമയത്ത് വന്നുകൂടായിരുന്നോ? നിനക്ക് സങ്കടം പറയാനുണ്ടാകാം, വിഷമം പറയാനുണ്ടാകാം. പക്ഷേ പ്രവാചകർ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ സമയത്ത് നീ വന്നത് ശരിയായില്ല എന്ന് മഹാന്മാരായ സ്വഹാബത്തെ ഈ പ്രിയപ്പെട്ട അറാബിയോട് പറയുന്ന സമയം
അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിൻ്റെ കടലാണ്. കരുണയുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അങ്ങനെ പറയല്ലേ സ്വഹാബ, അങ്ങനെ പറയല്ലേ സ്വഹാബ. ആ പ്രിയപ്പെട്ട അറാബിയായ ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് വിളിക്കുക. അവൻ്റെ വിഷമം പറയാൻ വേണ്ടിയാണ് അവൻ ഇങ്ങോട്ട് വന്നത്. അവൻ്റെ സങ്കടം പറയാൻ വേണ്ടിയാണ് അവൻ ഇങ്ങോട്ട് വന്നത്. അവൻ്റെ പ്രയാസം പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ആ സഹോദരനെ ഇങ്ങോട്ട് വിളിക്കുക. അവൻ്റെ സങ്കടം മാറ്റിക്കൊടുക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ഈമാനിന് അല്ലാഹു കബൂലിയത്ത് തരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുത്തുനബി നമുക്ക് മാതൃകയാണ്. ആ മുത്തുനബിയുടെ ജീവിതത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്വഭാവമായിരുന്നു മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്തത്. മുത്തുനബിയുടെ സ്വഭാവം അങ്ങനെയല്ലേ? ആര് വന്നാലും മുത്തുനബി സ്വീകരിക്കുമായിരുന്നു. ആര് വന്നാലും മുത്തുനബി അവിടുത്തെ കവാടം ഓപ്പൺ ചെയ്തു കൊടുക്കുമായിരുന്നു. ശത്രുക്കൾ വന്നാലും മുത്തുനബി തിരിച്ചടിച്ചിട്ടില്ല. മിത്രങ്ങൾ വന്നാലും സ്നേഹത്തോടെ വരവേറ്റ് നബിയേ. കല്ലെറിഞ്ഞുള്ള അബൂജഹൽ വന്നാലും സ്നേഹത്തോടെ സൽക്കരിച്ച നബിയേ. എല്ലാ ദിവസവും ശരീരത്തിലേക്ക് ചപ്പുചവറുകൾ വേസ്റ്റ് വാരിയെറിഞ്ഞ് പ്രവാചകന്റെ പരിശുദ്ധമായ പരിമളം വീശുന്ന ആ പരിശുദ്ധിയുടെ നൂറുമേനിയിലേക്ക് അഴുക്കുകൾ വാരിയെറിഞ്ഞിരുന്ന ഒരു അറാബിയായ പെണ്ണ് സുഖമില്ലാതെ കിടക്കുന്നു എന്ന വാർത്തറിഞ്ഞപ്പോൾ സ്നേഹത്തോടെ ആ പെണ്ണിനെ കാണാൻ പോയി. ആ പെണ്ണിന് മരുന്ന് കൊടുത്ത തിങ്കൾ നിലാവാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും കാരുണ്യമാണ്. അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ മൊഴികൾ, അവിടുത്തെ സംസാരങ്ങൾ മുഴുവൻ ആളുകൾക്കും കാരുണ്യമാണ്. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാ ചിരി അഴകുമാണ്, കലിമ ചൊല്ലിയ ആദരമെല്ലാം കരളിലെഴുതിയൊരു സുമുമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സ്വഭാവം അങ്ങനെയാണ്. അവിടുത്തെ മൊഴികൾ മുഴുവനും കാരുണ്യമുള്ളതാണ്. അവിടുത്തെ മൊഴികൾ മുഴുവനും കാരുണ്യമുള്ളതാണ്. മുഴുവൻ ആളുകളോടും കരുണയോടെ പ്രവർത്തിച്ച നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ പ്രവാചകന്റെ കാരുണ്യ പ്രവർത്തനം എത്രയാ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുമല്ലോ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഞാനും എൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കടയിൽ ഞങ്ങൾ വിശ്രമിച്ചു പോയി സ്വഹാബ. വിശ്രമം കഴിഞ്ഞ് പിറ്റേ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് യാത്ര തുടരാനൊരുങ്ങുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ സമയത്ത് യാത്ര തുടരാനൊരുങ്ങുമ്പോൾ വല്ലാത്ത തണുപ്പാണ്, ശക്തമായ തണുപ്പായിരുന്നു. ആ തണുപ്പ് കാരണം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ അല്പം വിറകുകൾ കൂട്ടിവെച്ച് ഞാൻ അല്പം തീയുണ്ടാക്കി. സ്വഹാബ പറയുന്നത് ആരാണ്? ആ പ്രവാചകന് വേണ്ടി ഖിദ്മത്തെടുത്ത സ്വഹാബിയായ അനസ് എന്ന സ്വഹാബിയാണ്. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണമല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ സങ്കടങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനേ. അനസ് റളിയല്ലാഹു അൻഹു കുറച്ച് വിറകുകൾ കൊണ്ടുവന്ന് തീയുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? എന്തിനു വേണ്ടിയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്പം ചൂട് കിട്ടാൻ വേണ്ടിയാണ്. വല്ലാത്ത തണുപ്പായിരുന്നുവല്ലോ. അനസ് റളിയല്ലാഹു അൻഹു വിറകുകൾ ഒരുമിച്ച് കൂട്ടി അല്പം തീയുണ്ടാക്കുകയാണ്. നബിയേ, ഈ തീയിന്റെ സമീപത്തേക്ക് തങ്ങൾ വരൂ നബിയേ. ഈ തീയിന്റെ സമീപത്ത് വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബേ,
ഈ തീയിൻ്റെ സമീപത്ത് വന്ന് കുറച്ച് ശരീരത്തിന് ചൂട് കിട്ടട്ടെ തങ്ങളെ. അതുകൊണ്ട് തങ്ങൾ ഈ തീ വെച്ച സമയത്ത് നിന്റെ സമീപത്ത് വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബേ തങ്ങൾ അല്പനേരം ഇരിക്കണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തീയിൻ്റെ സമീപത്തേക്ക് വരികയാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞുമോനുണ്ടാക്കി വെച്ച തീയാണ്. നല്ല തണുപ്പുള്ള രാവിലെ സമയമാണ്. ഹബീബായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തീയിൻ്റെ സമീപത്ത് വന്ന് അല്പനേരം ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രവാചകർ അങ്ങ് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു പോയി, അനസേ നിന്റെ കയ്യിൽ വെള്ളമുണ്ടോ അനസേ? അതേ നബിയെ, വെള്ളമുണ്ട്. യാത്രയല്ലേ, യാത്രയായതുകൊണ്ട് ഞങ്ങൾ വെള്ളം കയ്യിൽ കരുതിയിട്ടുണ്ട് നബിയെ. ഈ യാത്രയായതുകൊണ്ട് ഞങ്ങൾ വെള്ളം കയ്യിൽ കരുതിയിട്ടുണ്ട് തങ്ങളെ. അങ്ങനെ വെള്ളം കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വെള്ളം വാങ്ങി ആ വെള്ളമെടുത്തുകൊണ്ട് ഈ കത്തിച്ചു വച്ച തീയിലേക്ക് പ്രവാചകരങ്ങ് വെള്ളമൊഴിക്കുകയാണ്. മാഷാ അല്ലാഹ്, അനസ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോവുകയാണ്. അല്ലാഹ്, എന്തിനാണ് നബിയേ, എന്തിനാണ് തങ്ങളെ? ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വച്ച തീയല്ലേ, തങ്ങളെ ശരീരത്തിന് അല്പം ചൂട് കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുണ്ടാക്കി വച്ച തീയല്ലേ, ആ തീയിലേക്ക് എന്തിനാണ് തങ്ങൾ വെള്ളമൊഴിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അനസേ നീ തീ ഉണ്ടാക്കി വെച്ചു എന്നത് ശരിയാണ്, നീ തീ ഉണ്ടാക്കി വെച്ചു എന്നത് ശരിയാണ് അനസേ. പക്ഷേ നീ തീ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് നീ ഒരു കാര്യം ചിന്തിച്ചോ മോനെ? നീ എവിടെയാണ് തീ ഉണ്ടാക്കിയതെന്നറിയോ? ഒരു മനോഹരമായ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിലല്ലേ നീ തീ ഉണ്ടാക്കിയത്? പഴങ്ങൾ കായ്ക്കുന്ന സുന്ദരമായ മരമല്ലേ അനസേ? വഴിയോരത്ത് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്രമിക്കാനിരിക്കുന്ന മരമാണ് മോനെ. അതിൻ്റെ ഇലകൾ കണ്ടില്ലേ, അതിൻ്റെ പഴങ്ങൾ കണ്ടില്ല മോനെ. ആ മനോഹരമായ സുന്ദരമായ ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ നല്ല തളിർത്ത് നിൽക്കുന്ന കാഴ്ച നീ കണ്ടില്ലേ മോനെ? ഒരിക്കലും തന്നെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നീ തീ കത്തിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഈ തീയെങ്ങാനും മുകളിലോട്ടെങ്ങാനും ഉയർന്നു പോയാൽ, ഈ തീയെങ്ങാനും മുകളിലോട്ട് ഉയർന്നു പോയി കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ചില്ലകൾ ഉണങ്ങാൻ സാധ്യതയുണ്ട്. ഈ മരത്തിൻ്റെ ചില്ലകൾ ഉണങ്ങി വാടാൻ സാധ്യതയുണ്ട് മോനെ. ഈ മരത്തിൻ്റെ ചില്ലകളിലുള്ള തളിർത്ത് നിൽക്കുന്ന ഇലകൾ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് മോനെ. ആ മരത്തിൻ്റെ ചില്ലകളിൽ സുന്ദരമായി തൂങ്ങി നിൽക്കുന്ന മധുരമനോഹരമായ പഴങ്ങളില്ലേ, ആ പഴങ്ങൾ മുഴുവനും താഴ്ഭാഗത്തേക്ക് വീണുപോവാൻ സാധ്യതയുണ്ട് മോനെ. ആവശ്യമില്ലാതെ മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. പ്രകൃതിയെ പ്രേമിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മരങ്ങളെ സ്നേഹിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതി മരങ്ങളെ, പ്രകൃതി നൽകുന്ന മനോഹരമായ പച്ചപ്പുകളെ വല്ലാതെ ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറന്നു പോകരുത് നമ്മളെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശേഷം പറയുകയാണ്, അനസേ നീ തീയുണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണം മോനെ. ഈ മരത്തിൻ്റെ ഇലകൾ ഉണങ്ങുന്നത് മാത്രമല്ല പ്രശ്നമുള്ളത്, നോക്കണം മോനെ. ആ മരത്തിൻ്റെ മുകളിലേക്ക് നീ ഒന്ന് നോക്ക് മോനെ. ആ മരത്തിൻ്റെ മുകളിൽ മനോഹരമായി കൂടുകൂട്ടിയ പറവകളെ കണ്ടോ അനസേ? ആ മരത്തിൻ്റെ മുകളിൽ കൂടുകൂട്ടിയ പറവകളെ കണ്ടോ? ആ പാവപ്പെട്ട പറവകൾക്ക് താമസിക്കാനുള്ള ഭവനമല്ലേ മരങ്ങള്? ആ
ആ പറവകൾക്ക് താമസിക്കാനുള്ള വീടുകളാണ് മരങ്ങള്. ആ മരത്തിൻ്റെ ചില്ലകളിൽ കമ്പും ചുള്ളിയും ഇലകളും കൂട്ടിവെച്ചുകൊണ്ട് കൂടുണ്ടാക്കി വച്ച പറവകളെ നിങ്ങൾ കണ്ടില്ല മോനെ? ആ പറവകളുടെ കൂടെ കരിഞ്ഞു പോകൂല അനസേ. ഈ തീയങ്ങാണ് മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ ആ പറവകളുടെ കൂടെ കരിഞ്ഞു പോകൂല മോനെ. നമുക്ക് താമസിക്കാൻ ഭവനങ്ങളില്ലേ? നമുക്ക് താമസിക്കാൻ വീടുകളില്ലേ? പറവകൾക്ക് താമസിക്കാൻ, പക്ഷികൾക്ക് താമസിക്കാൻ ആ മരത്തിലുള്ള കൂടുകളല്ലാതെ അവർക്ക് താമസിക്കാൻ മറ്റു വീടുകളില്ല അനസേ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിൻ്റെ മനോഹരമായ കാരുണ്യത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ കാരുണ്യം നമുക്ക് വേണം ചെറുപ്പക്കാരാ. ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ വേണം പെങ്ങളെ. ആ കരുണയുള്ള മനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇതേ പ്രകാരമാണ് മഹാനായ ശൈഖുന ഖുത്ബുൽ മടവൂർ പാപ്പ, മഹാനായ ശൈഖുന അഴിത്വീനാ മിൻ കല്ലിഗാസത ഇന്ദ കുല്ലി ഹൗലിനാ സുബ്ബ ഫീനൽ അംനാ മിൻകും ശൈഖനാ മടവൂർ വാലി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹാനായ ശൈഖുനയുടെ കാവൽ ഞങ്ങൾക്ക് നൽകണമല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ റബ്ബേ. ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പറഞ്ഞ ചരിത്രങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഉമ്മത്തിന് മുഴുവനും കാരുണ്യം പഠിപ്പിച്ച കരുണയുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ പ്രകാരമാണ് മഹാനായ ശൈഖുന സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, മഹാനായ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു മൃഗങ്ങളോട് വല്ലാത്ത കാരുണ്യം കാണിച്ച മഹാനാണ്. ഉറുമ്പുകളോട് കാരുണ്യം കാണിച്ച മഹാനാണ് ശൈഖുന സിയം റളിയല്ലാഹു അൻഹു. മഹാനവരുടെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പിങ്ങനെ അരിച്ചു പോകുന്നത് സമീപത്തുള്ള ഒരു സഹോദരൻ കണ്ടുപോയി. മഹാനായ ശൈഖുന സിയം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ അരിച്ചു പോകുന്ന ഉറുമ്പിനെ കണ്ടപ്പോൾ ആ ഉറുമ്പിനെ അറിയാതെ ശൈഖുനയുടെ ശരീരത്തിലൂടെയല്ലേ അരിച്ചു പോകുന്നതെന്ന് കരുതിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ വന്ന് ആ ഉറുമ്പിനങ്ങ് തട്ടിമാറ്റുകയാണ്. ആ ഉറുമ്പിനങ്ങ് തട്ടിമാറ്റിയപ്പോൾ അറിയാതെ ആ ഉറുമ്പങ്ങ് ചത്തുപോവുകയാണ്. ഉടനെ തന്നെ ശൈഖുന സിയം റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറയുകയാണ്, നിങ്ങളതിനെ കൊന്നുവല്ലേ തൗബ ചെയ്യണം, നിങ്ങളതിനെ കൊന്നുവല്ലേ തൗബ ചെയ്യണം. ശരീരത്തിലൂടെ അരിച്ചു പോകുന്ന ഉറുമ്പിനെ നിങ്ങൾ എന്തിനാണ് കൊന്നത്? തൗബ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉറുമ്പുകളെ പോലും കരുണയോടെ കണ്ട മഹാൻ, ഉറുമ്പുകളോട് പോലും സ്നേഹം കാണിച്ച മഹാൻ, ഉറുമ്പുകളോട് പോലും കാരുണ്യം കാണിച്ച മഹാൻ അല്ലാഹുവേ ശൈഖുന സിയം വലിയുല്ലാഹി തങ്ങളവർക്ക് അല്ലാഹു നൽകിയ മഹത്വം എത്രയാണ് കൂട്ടുകാരാ. അല്ലാഹു നൽകിയ ബഹുമാനം എത്രയാണ് കൂട്ടുകാരാ. അല്ലാഹു നൽകിയ സ്ഥാനം എത്രയാണ് പ്രിയപ്പെട്ടവരെ. ആ ശൈഖുനയെ നമ്മൾ മുറുകെ പിടിക്കുക. നിങ്ങളെ സങ്കടങ്ങളെ, നിങ്ങളെ പ്രയാസങ്ങളെ, നിങ്ങളെ പ്രതിസന്ധികളെ, നിങ്ങളെ കഷ്ടപ്പാടുകളെ മടവൂർ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തരും. മറന്നു പോവണ്ട. എല്ലാ ദിവസവും മടവൂരിലേക്ക് ഫാത്തിഹ ഓതണം ചെറുപ്പക്കാരാ.
മടവൂര് പാപ്പാന്റെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവരുത്. മടവൂര് ശൈഖുനാക്ക് ഫാത്തിഹ ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവാൻ പാടില്ല ചെറുപ്പക്കാരാ. എത്ര പ്രതിസന്ധി വന്നാലും അവിടെ നിന്ന് നമുക്ക് കാവലാണ്, എത്ര പ്രയാസം വന്നാലും അവിടെ നിന്ന് നമുക്ക് കാവലാണ്, ഏത് സങ്കടങ്ങൾ വന്നാലും അവിടെ നിന്ന് നമുക്ക് കാവലാണ്, ഏത് കണ്ണുനീര് വന്നാലും അവിടെ നിന്ന് നമുക്ക് കാവലാണ്. ഖുതുബുൽ ആലം പവറുള്ളവരാണ്, വലിയ ബഹുമാനമുള്ളവരാണ്, സ്ഥാനമുള്ളവരാണ്. അത് അള്ളാഹു ആദരിച്ച മഹാനാ, അത് അള്ളാഹു ബഹുമാനിച്ച മഹാനാ, അത് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാനാ. ഖുതുബുൽ ആലമിന്റെ മഹത്വം പറയുന്നവരെ നിങ്ങൾ അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഖുതുബുൽ ആലമിന്റെ മഹത്വം പാടുന്നവരെ നിങ്ങൾക്ക് അള്ളാഹു തന്ന സൗഭാഗ്യം എത്രയാ. ഖുതുബുൽ ആലമിന്റെ മദ്ഹ് എഴുതിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സൗഭാഗ്യം എത്രയാ. ഖുതുബുൽ ആലമിനെ ഹൃദയാന്തരത്തിന്റെ അകത്ത് വെച്ച് ആ മഹാനവറുകൾക്ക് ഖുർആൻ ഖത്മുകൾ ഓതുന്നവരുണ്ട്, ആ മഹാനവറുകൾക്ക് എല്ലാ ദിവസവും യാസീൻ ഓതുന്നവരുണ്ട്, ഫാത്തിഹ ഓതുന്നവരുണ്ട്, അവിടത്തേക്ക് നേർച്ചയാക്കുന്നവരുണ്ട്, അവിടത്തെ പേരിൽ അന്നദാനം കൊടുക്കുന്നവരുണ്ട്. ആ മഹാനുഭാവന്റെ പൊരുത്തവും അവിടുത്തെ തിരുനോട്ടവും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അള്ളാഹു അവരുകൾ മഹാനവറുകൾക്ക് വലിയ കഴിവ് കൊടുത്തതാണ്, പവർ കൊടുത്തതാണ്. അതുകൊണ്ട് മഹാനവറുകളുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാ, മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം. അല്ലാ, മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം. അല്ലാ, അവിടുത്തെ കാവല് ഞങ്ങളെ ജീവിതത്തിലേക്ക് നീ തരണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമല്ലാ, ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണമല്ലാ. ധാരാളം ആളുകൾ ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ മുറാദുകൾ മുഴുവൻ നീ ഹാസിലാക്ക റബ്ബേ, അവരെ സങ്കടങ്ങൾ മുഴുവൻ നീ മാറ്റിക്കൊടുക്ക റബ്ബേ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ റാഹത്ത് നൽകണമല്ലാ, ഞങ്ങളെ പ്രവാസികൾക്ക് നീ സമാധാനം നൽകണമല്ലാ. അവരനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും നീ മാറ്റണമല്ല, അവരനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും നീ മാറ്റണമല്ല, അവരനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും നീ മാറ്റണമല്ല, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികൾക്കും നീ സലാമത്ത് നൽകണമല്ല. ഖുതുബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ ഖൈർ നൽകണമല്ല. അല്ലാഹുവേ, ഇന്നലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ കൂട്ടുകാരനായ നൗഷാദിന്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ കൂടെ ആദ്യം പ്രോഗ്രാമിന് പോരുമ്പോൾ ഡ്രൈവറായി പോകുന്ന കൂട്ടുകാരനാണ്. ഈ പാവപ്പെട്ടവനെ ഇൽമിന്റെ രംഗത്തേക്ക് കൈ പിടിച്ചുയർത്തിയ കൂട്ടുകാരനാണ് നൗഷാദ്. ആ നൗഷാദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നലെയാണ് മരണപ്പെട്ടത്. ഒരു ഉമ്മയെ പോലെ വല്ലാത്ത സ്നേഹം തന്ന ഉമ്മയാണ്, ഒരു സ്വന്തം ഉമ്മയെ പോലെ വല്ലാതെ സ്നേഹം തന്ന ഉമ്മയാണ്, എത്രയോ നേരത്തെ ഭക്ഷണം തന്ന ഉമ്മയാണ്. ഈ പാവപ്പെട്ടവന്റെ ഉമ്മ മരിച്ചതിന് ശേഷം എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയുന്ന പാവപ്പെട്ട ഉമ്മയായിരുന്നു. അല്ലാഹുവേ, ഇന്നലെയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. മരണം നേരത്തെ അറിഞ്ഞുകൊണ്ട് മക്കളോട് പറഞ്ഞ ഉമ്മയാണ്. ഉമ്മ മരിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞിരുന്നു. അല്ലാ, നല്ല മാസത്തിൽ മരണപ്പെട്ട ഉമ്മയല്ലേ, നല്ല ദിവസത്തിൽ മരണപ്പെട്ട ഉമ്മയല്ലേ, പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലെ അതും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസം എന്നറിയപ്പെടുന്ന ആ വെള്ളിയാഴ്ച ദിവസം ജുമയുടെ സമയത്ത് ലോകത്തോടെ വിട പറഞ്ഞു പോയി നമ്മുടെ കൂട്ടുകാരൻ നൗഷാദ് എന്ന കുഞ്ഞാണിയുടെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത ഉമ്മയായിരുന്നു. ആ ഉമ്മ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത ഉമ്മയായിരുന്നു. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവിച്ച ഉമ്മയാണ്. അല്ലാഹുവേ, അതിനെല്ലാം പകരമായിട്ട് ഖബറിൽ നീ സ്വർഗം കൊടുക്കണമല്ലാ, ഖബർ നീ വിശാലമാക്കണം റബ്ബേ. ഖബറിൻ്റെ അകത്തേക്ക് നീ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണമല്ലാ.
മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ മഹത്വം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയലാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ടും അഡ്മിന്മാർക്ക് മെസ്സേജ് അയച്ചിട്ടും ധാരാളം പ്രിയപ്പെട്ട സഹോദരിമാര് ദുആ ചെയ്യണമെന്ന് ലൈവിലൂടെ എത്രയോ ആളുകൾ ഓർമ്മപ്പെടുത്താറുണ്ട്. പ്രവാസികളെ, നമ്മുടെ നാട്ടുകാര് എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈർ പ്രദാനം ചൊരിയട്ടെ. എല്ലാവർക്കും അല്ലാഹു വലിയ ബറക്കത്ത് പ്രദാനം ചൊരിയട്ടെ. അവരും നമ്മളും അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സുന്ദരമായ രൂപത്തിൽ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഈ ക്യാമറ വാങ്ങുന്നതിന് നമ്മെ സഹായിച്ച എത്രയോ ആളുകളുണ്ട്. അല്ലാഹു അവർക്കും അവരുടെ കുടുംബത്തിനും വലിയ ബറക്കത്ത് പ്രദാനം ചൊരിയട്ടെ. വിഷയത്തിലേക്ക് ആരംഭിക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മഹത്വങ്ങൾ അത് പറയൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ഇബാദത്താണ്. സ്വാലിഹീങ്ങളുടെ മഹത്വം പറയുമ്പോൾ, സ്വാലിഹീങ്ങളുടെ, ആരിഫീങ്ങളുടെ, ഔലിയാക്കന്മാരുടെ മഹത്വങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പാപക്കറകളെ, തെറ്റുകുറ്റങ്ങളെ അത് പൊറുക്കപ്പെടാൻ അത് കാരണമാണ് എന്നാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ, ഔലിയാക്കന്മാരുടെ മഹബത്തിന്റെ കഥകൾ പറയുമ്പോൾ, ഔലിയാക്കന്മാര് നമുക്ക് മുമ്പേ അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാരഥന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ ധാരാളം പാഠങ്ങൾ ഈ ഉമ്മത്തിനിക്ക് ആ മഹാന്മാരൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മഹാനായ ഖുതുബുൽ ആലമിനെ കുറിച്ച് ഇന്നലെയും നമ്മൾ പറഞ്ഞു. എല്ലാ സദസ്സുകളിലും അവിടുത്തെ മദ്ഹ് ചൊല്ലിയിട്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. കാരണം ഖുതുബുൽ ആലമിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, അവിടത്തേക്ക് എല്ലാ ദിവസവും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്ലാഹു നമുക്ക് വലിയ കാവൽ, മഹാനവറുകളുടെ കാവൽ അല്ലാഹു നമുക്ക് നൽകുകയാണ്. ഔലിയാക്കന്മാർ വലിയ ഭാഗ്യവാന്മാരാണ്. അവരെ കുറിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും മഹത്വങ്ങൾ പറയാറുണ്ട്. ഔലിയാക്കന്മാരാരാണ്? നമ്മളെപ്പോലെ ബുദ്ധിയും വിവേകവും വികാരവും ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം, ബുദ്ധിയെയും വികാരത്തെയും വിവേകത്തെയും തന്റെ സമയങ്ങളെയും ആയുസ്സുകാലം മുഴുവനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നീക്കിവെച്ച ഭാഗ്യവന്മാരാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ സ്വഹാബത്ത് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തുന്നതമായ പദവി അള്ളാഹു നൽകുന്ന വിഭാഗമുണ്ട് സ്വഹാബ. ഈ ദുന്യാവിലെല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചവരാണവര്. ഈ ദുന്യാവിൽ നിന്ന് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സുഖ സൗഭാഗ്യങ്ങളെ, സന്തോഷ നിമിഷങ്ങളെയെല്ലാം വേണ്ട എന്ന് വെച്ച് പരലോക ചിന്തയിലൂടെ അല്ലാഹു 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 എന്ന ചിന്തയിലൂടെ തന്റെ ആയുസ്സുകാലം മുഴുവനും നീക്കിവെച്ച മഹാന്മാരായ ഔലിയാക്കന്മാര്, അവരെ കുറിച്ചിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഖുറബാഉ ഫിൽ ജന്നാ, അൽ ഖുറബാഉ ഫിൽ ജന്നാ. ഖുറബാക്കൾ എന്നുള്ളത് സ്വർഗത്തിലാണ്. ഖുറബാക്കൾക്ക് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഖുറബാക്കൾക്ക് അല്ലാഹു വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഖുറബാക്കൾക്ക് അല്ലാഹു വലിയ ബഹുമാനമാണ് നൽകിയിട്ടുള്ളത്. ഖുറബാക്കൾക്ക് അല്ലാഹു വലിയ ബഹുമതിയാണ് നൽകിയിട്ടുള്ളത്. വലിയ സുഖങ്ങളാണ് ഖുറബാക്കളെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് കാത്തിരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മഹത്തുക്കളായ സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയേ? അത് ഞങ്ങളാണോ നബിയേ? മനിൽ ഖുറബാഉ യാ റസൂലല്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് തങ്ങളെ? തങ്ങളെ ഖുറബ എന്ന് പറഞ്ഞല്ലോ, സ്വർഗീയ ലോകത്ത് പച്ചക്കിളികളെ പോലെ പാളിക്കളിക്കുന്ന മഹാന്മാരായ അമ്പിയാക്കന്മാരെ പോലെ, മഹത്തുക്കളായ സ്വഹാബത്തിനെ പോലെ സ്വർഗീയ ലോകത്തെ കടന്നു പോകുന്ന വിശ്വാസികളെ കൂട്ടത്തിൽ വളരെ ആനന്ദത്തോടെ, സൗഭാഗ്യത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, അഭിമാനത്തോടെ സ്വർഗീയ ലോകത്തെ പാറിക്കളിക്കുന്ന ഖുറബാക്കൾ. മനിൽ ഖുറബാഉ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ഖുറബാക്കൾ ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവർ ഒരു വിഭാഗമാണ് സ്വഹാബാ. ഹും മുവാലിമൂന അലത്താഅത്ത്, അവർ ഏത് സമയത്തും നമസ്കരിക്കുന്നവരാണ്, ഏത് സമയത്തും നോമ്പെടുക്കുന്നവരാണ്. മുഴുവൻ സമയങ്ങളും ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, ഖുർആൻ ഖത്മുകളിലൂടെ, അല്ലാഹു അല്ലാഹു എന്ന ചിന്തയിലൂടെ ജീവിതം മാറ്റിമറിച്ച മഹാന്മാരായ ഔലിയാക്കന്മാരാണ്. അവർക്ക് അല്ലാഹു നൽകിയ കണ്ണുകൾ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെലവഴിച്ച ഔലിയാക്കന്മാർ, അല്ലാഹു നൽകിയ നാവിനെ അല്ലാഹുവിന് ദിക്ർ ചൊല്ലാൻ ഉപയോഗിച്ച മഹാന്മാർ, അല്ലാഹു നൽകിയ കാതുകളെ നല്ലത് മാത്രം കേൾക്കാൻ ഉപയോഗിച്ച മഹാന്മാർ, അല്ലാഹു നൽകിയ ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് മാത്രം ആലോചിച്ച് കരഞ്ഞ് 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 അല്ലാഹുവിനോട് തൗബ ചെയ്ത മഹാന്മാരായ ഔലിയാക്കന്മാർ. അവരെ ചിന്തകൾ മുഴുവനും പരലോകമാണ്, അവരെ ചിന്തകൾ മുഴുവനും പരലോകമായിരുന്നു, ഖബറായിരുന്നു, ഖബറിന്റെ അകത്ത് വരുന്ന അനുഭവങ്ങളായിരുന്നു. അല്ലാഹുവിനെ ഭയന്നത് കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ല. അല്ലാഹുവിൽ ഭയം ഉണ്ട്, അല്ലാഹുവിന് വേണ്ടി മാത്രം ചിന്തയെ മാറ്റിവെച്ച കാരണം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും അവരനുഭവിക്കാതെ, നമ്മളെ കഴിക്കുന്നത് പോലെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാതെ, നമ്മൾ ധരിക്കുന്നത് പോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കാതെ, നമ്മളെപ്പോലെ സുഖാനുഭൂതിയുള്ള ജീവിതം മാറ്റിവെച്ചുകൊണ്ട് അവരെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം കണ്ടെത്തിയ മഹാന്മാരായ ഔലിയാക്കന്മാർ. അവരെ ഉറക്കം ഇബാദത്താണ്, അവരെ നടത്തം ഇബാദത്താണ്, അവരെ തനിച്ചിരിക്കൽ ഇബാദത്താണ്, അവരെ ചിന്തകൾ ഇബാദത്താണ്, അവരുടെ നോട്ടങ്ങൾ ഇബാദത്താണ്, അവരുടെ സംസാരങ്ങൾ ഇബാദത്താണ്. സ്വഹാബാ, അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിലൂടെ മാത്രം ജീവിതം വഴി കാണിച്ച മഹാന്മാരായ ഔലിയാക്കന്മാർ. അവരെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തെ ഉന്നതമായ പദവി അലങ്കരിക്കുന്നവരാണ് സ്വഹാബാ. ആ ഔലിയാക്കന്മാരെ മഹബത്ത് വെച്ചവരാരാ? ആ ഔലിയാക്കന്മാരെ സ്നേഹിച്ചവരാരാ? ആ ഔലിയാക്കന്മാരുടെ മഹബത്ത് കൊണ്ട് ആ ഔലിയാക്കന്മാരുടെ മഹത്വം പറയുന്നവരാരാ? അവരൊക്കെ ഔലിയാക്കന്മാരുടെ കൂടെ പരലോകത്തായിരിക്കുമെന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരാ, ഈ അറിവിൻ നിലാവിൻ്റെ മനോഹരമായ മജ്‌ലിസ് വീക്ഷിക്കുന്ന പെങ്ങളെ, പരിശുദ്ധമായ മനോഹരമായ ഈ മജ്‌ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ മഹത്വം മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി തങ്ങൾ അവരുടെ മഹത്വം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, എന്തിനാ നമ്മൾ അവരുടെ മഹത്വം പറയുന്നതെന്നറിയോ? അവരുടെ പവർ പറയുന്നത് എന്തിനാണ്? അവരുടെ സ്ഥാനമാനങ്ങൾ പറയുന്നത് എന്തിനാണ്? അവർക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്തിനാണ്? അവരുടെ മദദ് അല്ലാഹു നമുക്ക് തരാനാണ്, അവരുടെ കാവൽ അല്ലാഹു നമുക്ക് തരാനാണ്, അവരുടെ ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടിയാണ്. ഔലിയാക്കന്മാരെ നമ്മളെ പോലെ എല്ലാ കൂട്ടുകാരാ,
അവർ അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവരല്ലേ? അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അള്ളാഹു അവിടത്തേക്ക് നൽകിയ മഹത്വം എത്രയാണ്, അള്ളാഹു അവിടത്തേക്ക് നൽകിയ സ്ഥാനം എത്രയാണ്, അള്ളാഹു അവിടത്തേക്ക് നൽകിയ ബഹുമതി എത്രയാണ്. ആ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ലാ. മഹാനായ ശൈഖുനാ സിഎം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, അള്ളാഹുവേ അവിടുത്തെ ജീവിതം തന്നെ വല്ലാത്ത അത്ഭുതമാണ്, അവിടുത്തെ ജനനം തന്നെ വല്ലാത്ത അത്ഭുതമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട വാപ്പയാകുന്ന മഹാനായ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി കുഞ്ഞിമാഹി മുസ്ലിയാർ, അവിടുത്തെ ദറജനെ വർദ്ധിപ്പിക്കണമല്ലാ. മടവൂർ ശൈഖുനയുടെ പ്രിയപ്പെട്ട വാപ്പയാണ്. മഹാനവറുകൾ വലിയായിരുന്നു, വലിയ മഹാനായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. വലിയ ഇബാദത്തിന്റെ ഉടമയായിരുന്ന വലിയ മഹാനായിരുന്നു. അല്ലാഹുവേ, കുഞ്ഞിമാഹിൻ മുസ്ലിയാർ പരിശുദ്ധമായ ഹറമിലേക്ക് ഹജ്ജിന് പോയപ്പോ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ മദീന കരളിന്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പ്രവാചകന്റെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ സമീപത്ത് കിടന്നിറങ്ങുമ്പോ ആ പരിശുദ്ധമായ റൗളയുടെ സമീപത്തുള്ള കുഞ്ഞിമാഹിൻ മുസ്ലിയാർ കിടന്നിറങ്ങുന്ന സമയത്ത് ആ ഉറക്കിലേക്ക് കടന്നു വരുന്ന മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുവേ, ജീവിതം അവിടെയാണ് മുതലാകുന്നത്. ആ മുത്തുനബിയെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ആ പ്രവാചകന്റെ പ്രകാശം കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അതിനല്ലേ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്, അതിനല്ലേ നമ്മൾ മൗലിദ് ചൊല്ലുന്നത്, അതിനല്ലേ നമ്മൾ മുത്തുനബിയുടെ മഹബത്തിന്റെ കഥ പറയുന്നത്, അതിനല്ലേ മദീനയുടെ മഹബത്തിന്റെ കഥ പറയുന്നത്. കുഞ്ഞുനാളിൽ ഉമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാനും പാടാനും തുടങ്ങിയ മധുഗാനങ്ങൾ, പ്രിയപ്പെട്ട വാപ്പയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാൻ തുടങ്ങിയ മധുഗാനങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് കുഞ്ഞുനാളിൽ പാടിത്തന്നത് ഹബീബിനെ കുറിച്ചുള്ള മധുഗാനങ്ങളായിരുന്നു. ചെറുപ്പത്തിലെ കേട്ട് കേട്ട് വളർന്ന മനോഹരമായ മദീനയുടെ മധുഗാനം, ആ മദീനയുടെ നായകനോടുള്ള മഹബത്ത് ഹൃദയത്തിന്റെ അകത്ത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് നമ്മുടെ മാതാപിതാക്കൾ ഹബീബിനോടുള്ള മഹബത്തിന്റെ ഗാനം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെയാവണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദിബു ഔലാദക്കും അലാ സലാസ ഖിസാൽ. മഹബത്ത് റസൂലിന്റെ വിഷയത്തിൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ലവണ്ണം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ പ്രവാചകനെ കാണണ്ടേ, ആ പ്രവാചകനെ കിനാവിലൊന്ന് കാണണ്ടേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ ഹബീബായ പ്രവാചകനെ കാണണമെന്ന് ആഗ്രഹമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കണ്ട പലരുമുണ്ടല്ലോ. എത്രയോ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഭാഗ്യവന്മാരാണ്, ഭാഗ്യവന്മാരാണ്, ഭാഗ്യവന്മാരാണ്. വുളു എടുത്തിട്ട് കിടന്നിറങ്ങണം കൂട്ടുകാരാ, വുളുവോടുകൂടി കിടന്നിറങ്ങണം ചെറുപ്പക്കാരാ. നിങ്ങൾ വുളുവോടുകൂടി കിടന്നിറങ്ങുമ്പോൾ ആ ഉറക്കത്തിലൂടെ ഹബീബായ പ്രവാചകർ വന്നുകൊണ്ട് നിങ്ങളെ സ്വപ്നത്തിൽ വരണമെങ്കിൽ നിങ്ങൾ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാലും 5 വക്ത് ഫർള് നമസ്കാരം കഴിഞ്ഞാലും ഒരു ആയത്ത് നിങ്ങൾ പതിവാക്കണേ.
സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തുകളിലെ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിതും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو رب العرش العظيم എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ആയത്തില്ലേ, ആ ആയത്ത് നമ്മൾ 5 വക്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കിനാബിലൂടെ കടന്നു വരും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങോ റൗള കാണാനായി ഞങ്ങൾ കേണിടുന്നേ തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങോ റൗള കാണാനായി ഞങ്ങൾ കേണിടുന്നേ. ആ മദീനയാണ് നമ്മുടെ അഭയം കൂട്ടുകാരാ, ആ മദീനയാണ് നമ്മുടെ അഭയം പെങ്ങളെ. ആ മദീനയുടെ രാജകുമാരനെ കിനാവിലൊന്ന് കാണണം നമുക്ക്. അതുവരെ മദ്ഹ് ചൊല്ലണം, അതുവരെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം. പ്രവാചകനെ കാണാനുള്ള പവർ നമ്മുടെ കണ്ണിനുണ്ടോ എന്ന് നമുക്കറിയൂല. കാരണം തെറ്റുകുറ്റങ്ങൾ ഹറാമയത്തിലൂടെ നീന്തിക്കുളിച്ച കണ്ണുകളാണ്. എന്നാലും ഹബീബേ വരണം മദീന, കാണണം ആ പരിശുദ്ധമായ മദീന. എത്രയോ പാപികളെ മദീനയിലേക്ക് വിളിച്ച നബിയേ, ഈ പാപികളെയോ മദീനയിലേക്ക് വിളിക്കണം നബിയേ. എത്രയോ പർവ്വത സമാനമായ പാപപാഠങ്ങളും ഹൃദയത്തിലേറ്റി വന്ന മദീനയിൽ വന്ന് എല്ലാം മലിഞ്ഞ് ഹൃദയശുദ്ധിയോടെ മദീന വിട്ട എത്രയോ സ്വാലിഹീങ്ങളുടെ മഹബത്തിന്റെ കഥകൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, ഈ ഹൃദയാന്തരത്തിന്റെ അകത്ത് താങ്ങാൻ കഴിയാത്ത പർവ്വത സമാനമായ പാപഭാരങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എന്നാലും മദീന ഞങ്ങളെ വിളിക്കുമല്ലോ, എന്നാലും മദീന ഞങ്ങളെ കൈവടിയൂലല്ലോ. ആ മദീനയിലേക്കൊന്ന് വരണം തങ്ങളെ, ആ മദീനയൊന്ന് കാണണം തങ്ങളെ. പാപഭാരങ്ങളെ മദീനയിൽ വന്ന് ഞങ്ങൾക്കൊന്ന് ഇറക്കി വെക്കണം നബിയേ. സങ്കടങ്ങൾ ഒരുപാട് പറയാനുണ്ട് തങ്ങളെ, മദീനയിൽ വന്ന സങ്കടങ്ങൾ ഒരുപാട് പറയാറുണ്ട് നബിയേ. മദീനയിൽ വന്ന കണ്ണീരുകൾ ഒരുപാട് ഒഴുക്കാനുണ്ട് തങ്ങളെ. മദീനയിൽ വന്ന ദുഃഖത്തിന്റെ ആരോടും പറയാത്ത സങ്കടത്തിന്റെ കനൽകട്ടകൾ പറയാൻ ഞങ്ങൾ കാത്തിരിക്കാൻ നബിയേ. ഒന്ന് വിളിക്കാമോ നബിയേ, ഒന്ന് വിളിക്കാമോ നബിയേ, ഒന്ന് വിളിക്കാമോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്താൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കിനാവിൽ വരും. മദന നിലാവേ നല്ല മദന നിലാവേ, കിനാവ് കണ്ടുറങ്ങി ഞങ്ങൾ
മദ്ഹ് പാടാം, മദ്ഹ് പാടാം. മണിമുത്തനൂറേ നല്ല മണിമുത്തനൂറേ, കിനാവ് കണ്ടുറങ്ങി ഞങ്ങൾ മദ്ഹ് പാടാം, മദ്ഹ് പാടാം. ആ പ്രവാചകൻ നമ്മുടെ കിനാവിൽ കടന്നു വരും, ആ പ്രവാചകൻ നമ്മുടെ കിനാവിൽ കടന്നു വരും. നമ്മൾ കിടന്നിറങ്ങുമ്പോ വിളിച്ചുണർത്താൻ, നമ്മൾ കിടന്നിറങ്ങുമ്പോ കിന്നാരം പറയാൻ, നമ്മുടെ വിഷമങ്ങൾക്ക് അറുതി വരുത്താൻ, നമ്മുടെ കണ്ണുനീര് തുടച്ചു തരാൻ, നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ മനോഹരമായ ഹൃദയത്തിലേക്ക് ശാന്തിയുടെ സമാധാനത്തിന്റെ വാക്കുകൾ നുകർന്നു തരാൻ ആ പ്രവാചകരെ കടന്നു വരും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ കണ്ടവരെത്ര വലിയ ഭാഗ്യവന്മാരാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരെത്ര വലിയ ഭാഗ്യവന്മാരാണ്. ആ പ്രവാചകനെ സ്വപ്നത്തിൽ കാണുകയാണ് മഹാനായ മടവൂര് പാപ്പാന്റെ പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട കുഞ്ഞിമായീൻ മുസ്ലിയാർ. മദീനയിലാണ് സംഭവം. മദീനയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന അല്ലാഹ്, സ്വപ്നത്തിൽ കണ്ട ഉടനെ തന്നെ കുഞ്ഞിമായീൻ മുസ്ലിയാർ എന്ന മടവൂര് പാപ്പാന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞുമോൻ നിങ്ങളെ ജീവിതത്തിൽ പിറക്കാൻ പോവുകയാണ്. നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളെ സഹധർമ്മിണി നിങ്ങൾക്കൊരു കുഞ്ഞുമോന് ജന്മം നൽകുന്നതാണ്. ആ കുഞ്ഞുമോൻ ജനിച്ചു വീഴുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഏത് മാസത്തിലാണ്? റബീഉൽ അവ്വൽ മാസം. അത് എന്റെ മാസമാണ്, എനിക്ക് ജന്മം നൽകിയ മാസമാണ്. ഈ ലോകത്തിന് മുഴുവനും അല്ലാഹു വലിയ സന്തോഷം നൽകിയ മാസമാണ് റബീഉൽ അവ്വൽ 12. ഈ ലോകത്തിന് മുഴുവനും അല്ലാഹു വലിയ സമാധാനം നൽകിയ, ഈ ലോകത്തിന് ശാന്തിയായി, ഒരു പ്രകാശമായ പ്രകാശഗോപുരമായി, ഒരു സമാധാന ദൂതനായി ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമില്ലേ, ആ റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12 ഇൻഷാ അല്ലാഹ് നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുമോൻ വരാൻ പോവുകയാണ്. ആരാ പറയുന്നത്? കിനാവിലൂടെ പറയുകയാണ് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരോട്? മടവൂര് ശൈഖിന്റെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന കുഞ്ഞിമായീൻ മുസ്ലിയാരോട്. കേൾക്കണം കൂട്ടുകാരാ, മടവൂര് ശൈഖുനാരാണ്? കേൾക്കണം പെങ്ങളെ, ഖുത്ബുൽ ആലമിന്റെ പവർ എത്രയാണ്. ആ ഖുത്ബുൽ ആലം ജനിക്കുന്നതിന്റെ മുമ്പ് മടവൂര് ശൈഖിനയുടെ വരവിനെ കുറിച്ചിട്ട് മടവൂരിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ഒരു മഹാൻ ജനിക്കുന്നുണ്ട് എന്ന വാർത്ത എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് നിങ്ങൾ എൻ്റെ പേര് വെക്കണം മോനെ. റബീഉൽ അവ്വൽ 12 ഉദിച്ചവ റബ്ബിന്നനുഗ്രഹമാണവ, റഹ്മാന്റെ പ്രീതി നേടിയോ
റഹ്മത്തായി വന്ന വാനിയവർ റബിയുൽ അവ്വൽ 12 ഉദിച്ചവർ റബ്ബിൻ്റെ അനുഗ്രഹമാണവർ റഹ്മാന്റെ പ്രീതി നേടിയോ റഹ്മത്തായി വന്ന വാനിയവർ ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ സയ്യിദി മടവൂർ വലി. അല്ലാഹു ആ മഹാനുഭാവന്റെ കാവൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. മടവൂർ പാപ്പാന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയാണ്, വാപ്പാ നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു മോൻ ജനിക്കാൻ പോവാ റബീഉൽ അവ്വൽ 12-ന്. ഇൻഷാ അല്ലാഹ് ആ കുഞ്ഞുമോൻ ജനിച്ചാൽ ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് എന്ന സുന്ദരമായ നാമം നൽകണം വാപ്പാ. മുഹമ്മദ് എന്ന നാമവും അതോടുകൂടെ എന്റെ കൂട്ടുകാരനായ എന്റെ കളിക്കൂട്ടുകാരനായ മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെയും എന്റെ അബൂബക്കറിന്റെയും പേരാണ് നിങ്ങൾ ആ പൊന്നുമോനെ വെക്കേണ്ടത്. ആരാ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മടവൂർ ശൈഖുനാന്റെ വാപ്പയോട് പറയുകയാണ്, മഹാനായ കുഞ്ഞിമാഹീൻ മുസ്ലിയാർ റൗദയിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ വന്നിട്ട് എന്നോട് സന്തോഷവാർത്ത പറയുകയാണ്, മടവൂർ ശൈഖ് എന്ന കുഞ്ഞുമോൻ ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞുമോന് മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നിങ്ങൾ പറയണം. ഒരു കുഞ്ഞുമക്കളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രധാനമാണ് അവരുടെ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളായിരിക്കണമെന്നുള്ളത്. ഉമ്മയും ബാപ്പയും സ്വാലിഹായാൽ മക്കൾ സ്വാലിഹീങ്ങളാവും. ഉമ്മയും ബാപ്പയും നന്നായാൽ മക്കൾ നല്ലവരാകും. ഉമ്മയും ബാപ്പയും വിലങ്ങനായാൽ മക്കൾ ആ രൂപത്തിലാണ് വളർന്നു വരുന്നത്, മറന്നു പോവണ്ട. മടവൂർ ശൈഖുനാന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വപ്നത്തിൽ കാണുകയാണ്, മുത്തുനബി പറയുകയാണ്, ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് പറയണേ, മുഹമ്മദ് അബൂബക്കർ എന്ന പേര് പറയണേ. മടവൂർ ശൈഖുനാക്ക് പേര് വച്ചതാരാണ്? ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളാണ് ആ തങ്ങളാണ് ആ തങ്ങളാണ് മടവൂർ ശൈഖുനാക്ക് പേര് വെച്ചതെന്ന് നമ്മൾ മറന്നു പോവണ്ട. മുത്തീനും മുത്തായി ജനിച്ചവർ, മുത്ത് ഹബീബിൽ ലയിച്ചവർ, മുത്ത് റസൂലിന്റെ ചാരമിൽ മുത്തില്ലാലിഞ്ഞ മഹാനവർ. ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ സയ്യിദി മടവൂർ വലി കുത്തുബുൽ ആലം വലിയേരെ മദദ് തേരോ യാ റബ്ബനാ. ആദിവേദകൾ മുഴുവനും ശിഫയാക്കിടന്റെ റബ്ബനാ. ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ സയ്യിദി മടവൂർ വലി.
സമ്പദ് ഘടന തകർന്ന് പോയി, സഞ്ചാര സ്വാതന്ത്ര്യം നിന്ന് പോയി, ആശ്രയം ഭക്ഷണ കീറ്റുകൾ കണ്ണും നട്ട് നാമിരിക്കലായി, ലോകം മുഴുവനും ആദിയായി കോവിഡ് വന്നതിൽ ഭീതിയാ, മരുന്നില്ല രാജ്യങ്ങൾ തേങ്ങലായി, മാർഗം അല്ലാഹു മാത്രമാം ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദി മടവൂർ വാലിയേ, പള്ളിവാതില് അടഞ്ഞ് പോയി, കല്യാണ മാമാങ്കം നിന്ന് പോയി, കൂത്താടി നാം മറന്ന് പോയി, റബ്ബിൽ പരീക്ഷണം വന്ന് പോയി, പൊട്ടിക്കരയോ സോദരാ, തെറ്റേറ്റ് പറയോ കോട്ടരെ, മാർഗം സിയം വാലി ഹക്കിനാൻ, അല്ലാ തോറക്കും സോദരാ, കുതുബുൽ-ആലം വലിയേരെ, മദദ് തരോ യാ റബ്ബനാ, ആദിവേദകൾ മുഴുവനും ശിഫയാക്കിട് യാ റബ്ബനാ, ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ സയ്യിദി മടവൂർ വാലി. അല്ലാഹു അവിടുത്തെ കാവലി നമുക്ക് നൽകട്ടെ. ആ മഹാനുഭാവന്റെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സങ്കടങ്ങളൊക്കെ നീ മാറ്റി തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എപ്പോഴും മഹാന്മാരുടെ മദ്ഹ് ഇങ്ങനെ പറയാം. അല്ലാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും. നിങ്ങൾ വിഷമിക്കണ്ട, മഹാന്മാരെ മുറുകെ പിടിക്കുക. പറഞ്ഞു വരുന്നത് മടവൂർ ശൈഖുനാക്ക് പേര് വെച്ചത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? പ്രിയപ്പെട്ട പിതാവാകുന്ന കുഞ്ഞിമാകൻ മുസ്ലിയാർ സ്വപ്നത്തിൽ കാണുകയാണ്. പ്രവാചകരെ, ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നിങ്ങൾ പറയണേ. ആരുടെ പേരാണ് മുഹമ്മദ് എന്ന നാമം? അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ ആദ്യമായി എഴുതപ്പെട്ട നാമമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മനോഹരമായ നാമം. ആ നാമത്തോടുകൂടെ ആ നാമം മാത്രം പറഞ്ഞാൽ പോരാ. ആ നാമത്തിന്റെ കൂടെ എൻ്റെ കൂട്ടുകാരന്റെ പേര് കൂടി നിങ്ങൾ പറയണേ. ഏതാണ് ആ കൂട്ടുകാരൻ എന്നറിയോ? ഏതാണ് ആ കൂട്ടുകാരൻ എന്നറിയോ? ഏതാണ് ആ കൂട്ടുകാരൻ എന്നറിയോ? ഒരു കാലത്ത് അബൂജഹൽ കല്ലെറിഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്ന പ്രവാചകന്റെ ശരീരത്തേക്ക് സാരമില്ല നബിയേ, കരയല്ല നബിയേ, കരയല്ല തിങ്കളേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ പരിശുദ്ധമായ പുണ്യഭൂമേനിയിൽ തലോടിക്കൊടുത്ത ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു മുത്തുനബിക്ക്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുമൊക്കെ പ്രവാചകനെ എതിരെ തിരഞ്ഞ ആദ്യ ജാഹിലിയായ കാലഘട്ടമില്ലേ, ആ കാലഘട്ടത്തും ഞാനുണ്ട് തങ്ങളെ.
അള്ളാഹുവിന്റെ ഹബീബിന്റെ കട്ടഫേനായി പ്രവാചകനെ കൂടെ നിന്ന പ്രവാചകന്റെ നിഴല് പോലെ, നിഴലില്ലാത്ത മുത്തുനബി, നിഴല് തീരെയില്ലാത്ത മുത്തുനബിക്കൊരു നിഴല് പോലെ കൂടെ നിന്ന മഹാനായ കൂട്ടുകാരൻ അറിയില്ലേ നിങ്ങൾക്ക്? ആദ്യമായി ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട്, തങ്ങളൊരു അത്ഭുത മനുഷ്യനാണ്, തങ്ങളൊരു അത്ഭുതത്തിന്റെ ഉടമയാണ്, തങ്ങളിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകന് സ്നേഹം നൽകിയ കൂട്ടുകാരനെ നിങ്ങൾ മറന്നുപോയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സുഖമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ, സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ശൈബ് അബീ താലിബിന്റെ മരഞ്ചൊരിവിൽ ശത്രുക്കൾ പ്രവാചകനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്തപ്പോൾ, അന്ന് ശത്രുക്കളെ കാണാതെ പ്രവാചകന്റെ സമീപത്തേക്ക് വെള്ളവുമായി വന്ന ആ കൂട്ടുകാരനെ ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? നമ്മളെ പോലെ കാശ് കാണുമ്പോ കൂട്ടുകൂടുന്ന കൂട്ടുകാരനല്ലായിരുന്നു, പണം കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ലായിരുന്നു, ഭംഗി കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ലായിരുന്നു, അവന്റെ ശബ്ദമാധുര്യം കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ല. ഈ ദുനിയാവിൽ നിന്ന് വല്ല നിഅമത്തുകളും ഉപകാരവും തിരിച്ചു ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂട്ടുകൂടുന്നവരാണ് ദുനിയാവിലെ കൂട്ടുകാരെ. അള്ളാഹുവിന്റെ ഹബീബിനെ കൂട്ടുകൂടാൻ വന്ന കൂട്ടുകാരാരെന്നറിയോ? പാതിരാ സമയത്ത് പിറന്ന നാടായ പരിശുദ്ധമായ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത്, നബിയേ നിങ്ങൾ ഒറ്റക്കാണോ പോകുന്നത്? ഈ രാത്രി സമയത്ത് ഞങ്ങൾ ഒറ്റക്കാണോ പോകുന്നത്? അസ്സുഹബ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വരട്ടെ നബിയേ? തങ്ങളെ കൂടെ മദീനയിലേക്കാണെങ്കിൽ മദീന, തങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും ഏത് പ്രദേശത്തേക്ക് വിളിച്ചാലും തങ്ങളെ കൂടെ ഇറങ്ങിപ്പോരാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൂടെ നിന്ന കൂട്ടുകാരനില്ലേ? അല്ലാഹുവേ, സൗരപർവ്വതത്തിന്റെ മുകളിലെ ആ ഗുഹക്കകത്തിരുന്ന കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുമ്പോൾ, എന്റെ പ്രവാചക പൂങ്കവറിന്റെ പുണ്യഭൂമിയിലേക്ക്, പുണ്യശരീര ഭൂമിയിലേക്ക് ആ മണൽ തരികൾ അടർന്നു വീഴാൻ പാടില്ല എന്ന് കരുതിയിട്ട് ആ ഗുഹക്കകത്തുള്ള മാളങ്ങളിൽ വല്ല ഇഴജന്തുക്കളുമുണ്ടെങ്കിൽ എന്റെ പ്രവാചകനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് തന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് മാളങ്ങളെല്ലാം അടച്ചു പിടിച്ചുപോയി. കാലിന് നിരന്തരം സർപ്പം കൊത്തിപ്പീണും കാല് തിരിച്ചെടുക്കാത്ത കൂട്ടുകാരന് ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? ഈ അറിവിൻ നിലാവിന്റെ സദസ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ആ കൂട്ടുകാരൻ കാലെടുത്തില്ല. എന്തിനു വേണ്ടിയാണ്? തന്റെ മടിയിൽ കിടന്നിറങ്ങുന്ന എന്റെ കൂട്ടുകാരനായ പ്രവാചകനെ, ആ പ്രവാചകന്റെ ഉറക്കം നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് ആ പ്രവാചകനെ അത്രത്തോളം സ്നേഹിച്ച മഹാൻ, ആ പ്രവാചകന്റെ കൂട്ടുകാരനായ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറേ അൻത ഫിൽ ജന്ന, നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ വലത് ഭാഗത്ത് നിങ്ങളാണ്, ഞാൻ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ നിങ്ങളാണ്, എന്റെ ചുറ്റുഭാഗത്തും നിങ്ങളാണ് തങ്ങളെ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയത്, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഇബാദത്ത് ഒരു തുലാസിൽ തൂക്കിയാലും, ഈ ലോകത്ത് കഴിഞ്ഞതും ഇനി വരാനുമുള്ള മുഴുവൻ ആളുകളുടെ സൽക്കർമ്മങ്ങളെ ഒരു തുലാസിന്റെ അകത്ത് തൂക്കം ചെയ്താലും എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ
അമലിൽ നിന്ന് അല്പം ഒരു തുലാസിൽ തൂക്കം ചെയ്താലും ഏറ്റവും കൂടുതൽ കനം കൂടുന്നത് എൻ്റെ അബൂബക്കറിന്റെ ഈമാനാണ്. എൻ്റെ അബൂബക്കറിന്റെ ഈമാനാണ് പറഞ്ഞു പോയി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു വലിയ മഹത്വം നൽകിയ മഹാനാണ്, വലിയ സ്ഥാനം നൽകിയ മഹാനാണ്. അബൂബക്കറിനെ സ്നേഹിക്കുന്നവരാരാ? അവർ എന്നെ സ്നേഹിക്കുന്നത് പോലെയാണ്. അബൂബക്കറിനോട് ദേഷ്യം പിടിക്കുന്നവരാരാ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് വെറുപ്പ് കാണിക്കുന്നവരാരാ? അവർ ഞാനും പിണക്കത്തിലാണെന്ന് പറഞ്ഞു പോയ പ്രവാചകന്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ അടിച്ചു വരട്ടെ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നാമത്തിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ശൈഖ് മടവൂർ പാപ്പാന്റെ പാപ്പയാകുന്ന പ്രിയപ്പെട്ട പിതാവാകുന്ന ശൈഖ് കുഞ്ഞിമാഹി മുസ്ലിയാരോട് കിനാവിലൂടെ മുത്ത് റസൂലുള്ള പറയാണ്, തങ്ങളെ നിങ്ങളെ കുഞ്ഞുമോന് നിങ്ങൾ പേര് വെക്കുമ്പോ എൻ്റെ പേരാകുന്ന മുഹമ്മദ് ചേർത്തിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ പേരാകുന്ന അബൂബക്കർ സിദ്ദീഖ് നിങ്ങളെ പേര് വെക്കണം തങ്ങളെ. ആ പേരിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു വലിയ ഹിദായത്തിന്റെ ഉന്നതമായ പദവി കൊടുത്തത്. മഹാനായ മടവൂർ ശൈഖുനാ റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവൻ അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തം കൊടുക്കുകയാണ്. പേരിലാണ് വിജയത്തിന്റെ കാരം കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ, കുഞ്ഞുമക്കൾ ആലിമീങ്ങളാവണമെങ്കിൽ, ഹാഫിളീങ്ങളാവണമെങ്കിൽ, വലിയ ഉന്നതമായ പദവിയിലെത്തുന്ന മക്കളായി തീരണമെങ്കിൽ മടവൂർ ശൈഖുനാന്റെ ചരിത്രം പഠിക്കണം കൂട്ടുകാരാ. മടവൂർ ശൈഖുന ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ സുന്ദരമായ പേരാണ് മഹാനവറുകൾക്ക് പിതാവും മാതാവും വെച്ചതെന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെ വെക്കണം പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ. നമ്മുടെ കുഞ്ഞുമക്കൾ സ്വാലിഹാവണോ? നമ്മുടെ കുഞ്ഞുമക്കൾ ഹാഫിളാവണോ? നമ്മുടെ കുഞ്ഞുമക്കൾ സ്വലാഹിയത്തിന്റെ ഉടമയാവണോ? ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ നിങ്ങളെ? മദ്യപിച്ചുകൊണ്ട്, മദ്യം തലക്ക് പിടിച്ചുകൊണ്ട് ബാപ്പയെ അടിച്ചു കൊന്ന ഒരു കൂട്ടുകാരന്റെ കഥ എന്ന് കേട്ടില്ലേ? ഈ സാക്ഷരത നിറഞ്ഞ സുന്ദരമായ കേരളത്തിൽ നിന്നാണ് നമ്മൾ ആ സങ്കടത്തിന്റെ വാർത്ത അറിഞ്ഞത്. നമ്മുടെ അടുത്തുള്ള ജില്ലകളിൽ തന്നെ ഉമ്മയെയും വാപ്പയെയും തലക്കടിച്ചു കൊന്നു. ഇന്നത്തെ വാർത്തയാണ് ഞാൻ പറയുന്നത്. ഇന്ന് നടന്ന വാർത്ത അല്ലാഹുവേ എത്രമാത്രം സങ്കടകരമാണ്. മക്കളെങ്ങാനും മതപതിച്ചു പോയാൽ പിന്നെ വല്ലാത്ത സങ്കടമാണ്. നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല വാപ്പാ. നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവനും മക്കൾക്ക് വേണ്ടിയാണ്. ലോകം മുഴുവനും കൊറോണയിൽ കുലുങ്ങിക്കിടക്കുമ്പോൾ, പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൊറോണയിൽ വല്ലാത്ത പ്രതിസന്ധിയിൽ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രവാസ ലോകത്ത് ഇനിയും പിടിച്ചു നിൽക്കുന്നത് എന്തിനാണ്? നമ്മുടെ പുന്നാര മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയാണ്. മക്കളോട് നമുക്ക് വല്ലാത്ത സ്നേഹമാണ്, മക്കളോട് നമുക്ക് വല്ലാത്ത മഹബത്താണ്. പക്ഷേ ആ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവാൻ പാടില്ല വാപ്പാ. മക്കൾക്ക് കൊടുക്കേണ്ട അതബ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്, അപകടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളെ മക്കള് സ്വാലിഹീങ്ങളാവണമെങ്കിൽ, നിങ്ങളെ മക്കള് സ്വലാഹിയത്തിന്റെ ഉടമയുള്ള മക്കളാവണമെങ്കിൽ ആ മക്കൾക്ക് നിങ്ങൾ പേര് വെക്കുമ്പോ ശ്രദ്ധിക്കണേ. മൻ വുലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ ഹുബ്ബൻ ലിതബർറുക ഇസ്മി കാന ഹുവാ മൗലൂദുഹു ഫിൽ ജന്നാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ പേര് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ, മടവൂർ ശൈഖുനാന്റെ ചരിത്രം നമുക്ക് പാഠമാവട്ടെ കൂട്ടുകാരാ. കുടുംബസമേതം റമദാനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഈ പതിരാവാത അറിവിൻ നിലാവ് എന്ന ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കുടുംബസമേതം കേൾക്കുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. പ്രവാസ
ലോകത്ത് നിന്ന് കേൾക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ട ബാപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മക്കൾക്ക് നിങ്ങൾ നല്ല പേര് നിങ്ങൾ വിളിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് വെച്ചോ, പക്ഷേ അത് സ്വലാഹിയത്തുള്ള പേരാവണം പെങ്ങളെ. പ്രവാചകന്റെ പേര് നിങ്ങൾ ബറക്കത്തിന് വെക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ വെച്ചാ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഹുബ്ബല്ലി തബറകു ഇസ്മി, എന്റെ പേരിന്റെ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പേര് വെക്കുന്നതെങ്കിൽ കാന ഹുവാമ മൗലൂദുഹു ഫിൽ ജന്ന, അവനും അവന്റെ വാപ്പയും ഉമ്മയും അത് കാരണം കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കാരണമാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എത്രമാത്രം മഹത്തമാണ് മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു നൽകിയതെന്നറിയോ? എത്രമാത്രം വലിയ പവറാണ് മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു നൽകിയതെന്നറിയോ? ആ മുഹമ്മദ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നാമത്തിന് അല്ലാഹു എത്രമാത്രം വലിയ മഹത്വമാണ് നൽകിയതെന്നറിയോ? അതുകൊണ്ടല്ലേ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹി ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റിസ്ഖു റിസ്ഖ ഖൈർ. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെ കുടുംബത്തിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു പൊന്നുമോനുണ്ടെങ്കിൽ ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെ ഭക്ഷണത്തിലും അല്ലാഹു ബറക്കത്ത് ചൊരിയുമെന്നാണ്. മുഹമ്മദ് എന്ന സുന്ദര പേരുള്ളവർ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, മുഹമ്മദ് എന്ന പേരുള്ള ഭാഗ്യവന്മാർ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളെ മക്കളിലോ നിങ്ങളെ പേരമക്കളിലോ നിങ്ങളെ മരുമക്കളിലോ നിങ്ങളെ കുടുംബത്തിലോ മുഹമ്മദ് എന്ന പേരുള്ള മക്കളുണ്ടെങ്കിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ലാ റുസിഖു റിസ്ക ഖൈറിൻ, കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കുള്ള റിസ്ഖും അത് വല്ലാത്ത ഖൈറുള്ളതാണ്, അത് ബറക്കത്തുള്ളതാണ്. അവർക്ക് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കൂല. അവർ കഴിക്കുന്നത് കുറച്ചാണെങ്കിലും ആ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കൾ നന്നാവണമെങ്കിൽ, സ്വാലിഹീങ്ങളാവണമെങ്കിൽ പേര് വെക്കുന്നിടത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് മാതൃക കാണിച്ചു മഹാനായ ശൈഖുനാ മടവൂര് പാപ്പ അല്ലാഹുവേ മദീനയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മുഹമ്മദ് എന്ന സുന്ദരമായ നാമം വെക്കണേ. ആ പ്രവാചകന്റെ പേരല്ലേ മടവൂര് പാപ്പാക്കുള്ളത്. അല്ലാഹുവേ അങ്ങനെ ചെറുപ്പത്തിലെ മുത്തുനബിയുമായിട്ട് വല്ലാത്ത ബന്ധമുള്ള മഹാനാണ്. ജനിച്ചതോ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ ലോകത്തിന് അല്ലാഹു വലിയ സമ്മാനം തന്നത് റബീഉൽ അവ്വലിലല്ലേ കൂട്ടുകാരാ? ഈ ലോകത്തിന് അല്ലാഹു പ്രകാശം തന്നത്, അരണ്ടി കിടക്കുന്ന ലോകത്തിന് അല്ലാഹു വെളിച്ചം തന്നത്, ഇരുട്ട് മൂടി കിടക്കുന്ന ലോകത്തിന് അല്ലാഹു വെളിച്ചം തന്നത് റബീഉൽ അവ്വൽ മാസത്തിലല്ലേ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിലൂടെ ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്ന ഉമ്മയിലൂടെ ഒരു പൂമോനായിട്ട് ഈ ലോകത്തിന് അല്ലാഹു വലിയ പ്രകാശം തന്നത് അത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ്. ആ മാസത്തിന് അല്ലാഹു വലിയ പ്രത്യേകത നൽകിയിട്ടില്ലേ? ആ മാസത്തിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടില്ലേ? ആ മാസത്തിലല്ലേ പിശാച് കരഞ്ഞു പോയത്? റബീഉൽ അവ്വൽ മാസത്തിലല്ലേ ഇബ്ലീസ് കരഞ്ഞു പോയത്? ഇബ്ലീസ് കരഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇബ്ലീസ് കരഞ്ഞത് പൊട്ടിക്കരഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത സങ്കടമാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത വിഷമമാണ്. റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ ഇബ്ലീസിന്റെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. കാരണം എന്തെന്നറിയോ? അത് പ്രവാചകന്റെ മാസമാ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾക്ക് അല്ലാഹു ജന്മം നൽകിയ പരിശുദ്ധമായ പ്രവാചകന്റെ പ്രകാശം അല്ലാഹു ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന പരിശുദ്ധിയുള്ള മാസമല്ലേ? ആ മാസത്തിലാണ് ലോകത്തേക്ക് പൂജാതനാകുന്നത് ശൈഖുനാ ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹ്. മുത്തുനബി ജനിച്ച അതേ മാസത്തിലാണ്, മുത്തുനബി ജനിച്ചതുപോലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ് ഈ ലോകത്തേക്ക് പൂജാതനാകുന്നത്. ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് മഹാനായ ശൈഖുനാ മുഹമ്മദ് അബൂബക്കർ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ആ മടവൂര് ശൈഖുനാ അല്ലാഹു വലിയ മഹത്വം നൽകിയവരാണ്, അല്ലാഹു വലിയ സ്ഥാനങ്ങൾ നൽകിയവരാണ്, അല്ലാഹു വലിയ ബഹുമാനം നൽകിയവരാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റബ്ബേ. മടവൂര് ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നാളെയും ഇൻഷാ അല്ലാഹ് മടവൂര് ശൈഖുനാന്റെ ആണ്ട് നേർച്ച നടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നാളെയും നമ്മുടെ സദസ്സിൽ ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ പേരിൽ മദ്ഹ് പറഞ്ഞിട്ട് നാളെ മടവൂര് മൗലിദ് കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ഓതണം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറ വാങ്ങാനൊക്കെ കാശ് തന്ന് സംഭാവന തന്ന് ഏൽപ്പിച്ച എത്രയോ ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അഡ്മിന്മാരോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച എത്രയോ പ്രവാസി സുഹൃത്തുക്കളുണ്ട്, സഹോദര സഹോദരിമാര്, കുടുംബങ്ങള്, മക്കളില്ലാത്തവര്, മക്കളെ കെട്ടിക്കാനുള്ളവര്, ബിസിനസ് ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം ബിസിനസ് ആകെ തകർന്നു പോയി വല്ലാത്ത വിഷമത്തിൽ കടത്തിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ വല്ലാത്ത വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും മടവൂര് പാപ്പാനെ കൊണ്ട് നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഒരു 3 സ്വലാത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവരും 3 സ്വലാത്ത് ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മുടെ ഇരിക്കൂറുള്ള ഗഫൂർക്ക വിളിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വടകരയിൽ നിന്ന് ഒരു കുടുംബം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നൊരു കുടുംബം വിളിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. താമരശ്ശേരി മൈമൂനാത്തയുടെ കുടുംബം അൽഹംദുലില്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് നല്ലൊരു സംഭാവന തന്നിട്ടുണ്ട്. കാലിൽ മുറിയാണ് ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, ശിഫ കൊടുക്കണേ റഹ്മാനെ. ഷൊർണൂറിൽ നിന്ന് നമ്മുടെ സലാംക അൽഹംദുലില്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ഖൈർ കൊടുക്കണേ റഹ്മാനെ. കോട്ടയത്തിൽ നിന്ന്, കോട്ടയം മുട്ടക്കാവിൽ നിന്ന് ദുആ കൊണ്ട് ഒരു കുടുംബം ഏൽപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് ഒരു കുടുംബം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സഹോദരന് വേണ്ടി ദുആ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. പുത്തനത്താണിയിൽ നിന്ന് ഫൈസൽക അൽഹംദുലില്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഗർഭിണിയായ ഭാര്യയ്ക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാ വിഷമം മാറ്റി കൊടുക്കട്ടെ. കാക്കൂരിൽ നിന്ന് ഷാദിലിന്റെ കുടുംബം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ഷുഗർ കാരണം കാഴ്ച നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കാളിക്കാവ് അടുത്തുള്ള ഒരു ശിഹാബ് സഖാഫി എന്ന ഉസ്താദിന് വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹ് മടവൂര് പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് നീ ഷുഗർ നോർമലാക്കി കൊടുക്കണേ റഹ്മാനെ. കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ കൊണ്ട് പുതിയ ജോലി കിട്ടണം ഉസ്താദ് എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഷറഫൊക്കെ വിളിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പട്ടർകുളത്ത് യാഷിക്ക് അൽഹംദുലില്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ആളുകൾ നാട്ടുകളിൽ നമ്മൾ അലിക്ക ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളത്ത് ജിമ്മിൽ വർക്ക് ചെയ്യുന്ന സലാമും ശിഹാബുക്കയും അൽഹംദുലില്ലാ സലാംക്കയും ശിഹാബുക്കയും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, ഖൈർ കൊടുക്കണേ റഹ്മാനെ, റഹ്മത്ത് കൊടുക്കണേ റഹ്മാനെ. ലൈവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നീ വലിയ നിഅമത്തിനെ ഏറ്റി കൊടുക്കണം അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഖബൂലാക്കണമല്ലാ, നീ ഖബൂലാക്കണമല്ലാ. ഈ 1.5 മണിക്കൂറോളം മഹാനായ ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുടെ മദ്ഹ് ഞങ്ങൾ പറഞ്ഞു റബ്ബേ. മഹാനുഭാവന്റെ ആണ്ട് നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പേരിൽ ഞങ്ങൾ 3 ദിവസം അവിടുത്തെ പേരിൽ സ്മരണ നടത്തിയിട്ട് മൗലിദ് ഓതുന്ന സദസ്സാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും ശൈഖുനയുടെ മദ്ഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ആ സദസ്സുകളൊക്കെ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, അവിടുത്തെ കാവല് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സർവ്വ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ മുഴുവനും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണം അല്ലാ, ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊറുക്കണം അല്ലാ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾക്ക് പൊറുക്കണം അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ഞങ്ങളെ അഡ്മിന്മാരടക്കം ഞങ്ങളെ മെമ്പർമാരടക്കം അല്ലാ ആരൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. മടവൂർ പാപ്പാന ബറക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും നീ മാറ്റണം അല്ലാ. മടവൂർ പാപ്പാന ബറക്കത്ത് കൊണ്ട് എല്ലാ സങ്കടങ്ങളും നീ മാറ്റണം അല്ലാ. ഈ മനസ്സിന്റെ അകത്തൊരുപാട് വിഷമങ്ങളുണ്ട് റബ്ബേ, ഈ മനസ്സിന്റെ അകത്തൊരുപാട് സങ്കടങ്ങളുണ്ട് റബ്ബേ, ഈ മനസ്സിന്റെ അകത്തൊരുപാട് ദുഃഖങ്ങളുണ്ട് അല്ലാ. എല്ലാം നീ മാറ്റണം അല്ലാ, എല്ലാം നീ മാറ്റണം അല്ലാ, എല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണമല്ലാ. അതിനുള്ള ഹലാലിന്റെ വഴികൾ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ദഅവത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കള് മരുമക്കൾ പേരമക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അയൽവാസികൾക്ക് നാട്ടുകാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ ചെയ്തുകൊണ്ട് ഏൽപ്പിച്ചവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്നതിലെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. സിഹ്ർ ബാത്തിലാക്കണം അല്ലാ. ഒരു സിഹ്റും ഞങ്ങളിലേക്ക് ഏൽപ്പിക്കല്ല റബ്ബേ. കണ്ണേറ് ബാത്തിലാക്കണം അല്ലാ. നാപ്പോര് ബാത്തിലാക്കണം അല്ലാ. സിഹ്ർ കൊണ്ട് ഐന് കൊണ്ട് നാപ്പോര് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ മടവൂർ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ ശിഫ കൊടുക്കണം അല്ലാ. അല്ലാഹുവേ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാ. മടവൂർ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന കൊറോണ എന്ന മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽക റബ്ബേ, ഞങ്ങൾക്ക് സലാമത്ത് നൽക റബ്ബേ. കൊറോണ എന്ന രോഗത്തിന് പിടിച്ചു കെട്ടണേ അല്ലാ. നീ അത് ഇല്ലാതെയാക്കണേ അല്ലാ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഈ മുഅ്മിനീങ്ങൾ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ആ രോഗത്തിനെ ഇല്ലാതെയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റബ്ബേ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ.
ഞങ്ങളെ പ്രവാസികൾക്ക് റാഹത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഹിഫ്ള് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഒരു വൈറസും അവരിലേക്കും ഞങ്ങൾക്കും ഏൽപ്പിക്കല്ല റബ്ബേ. ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് നീ ആരോഗ്യം കൊടുക്കണം അല്ലാ, രോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശക്തി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണമല്ലാ, ദീർഘായുസ് കൊടുക്കണമല്ലാ, രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ട് മാറ്റണേ അല്ലാ. പലരും ജോലിയില്ലാതെ റൂമിലിരിക്കുകയാണ്, പലരും ജോലിക്ക് പോവാൻ കഴിയാതെ വീട്ടിലിരിക്കുകയാണ്. ഇത് എന്ന് തീരുമെന്നറിയാതെ വല്ലാത്ത പ്രതിസന്ധിയാണ് അല്ലാ. ഭക്ഷണം പോലും കിട്ടാൻ കഴിയാതെയുള്ള പ്രതിസന്ധി വന്നു തുടങ്ങി. ഞങ്ങളെ സ്ഥാപനങ്ങൾ മുഴുവനും അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങളെ പള്ളികളും അമ്പലങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഇതിനൊരു പരിഹാരം നീ കാണണേ അല്ലാ, നീ കാണണേ അല്ലാ, നീ കാണണേ അല്ലാ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, മടവൂർ പാപാന്റെ ബറക്കത്ത് കൊണ്ട് ഇതിനൊരു പരിഹാരം നീ കാണണം അല്ലാ, ഇതിനൊരു പരിഹാരം നീ കാണണം അല്ലാ. നീ കരുതിയാൽ നടക്കാത്തതില്ല റബ്ബേ, നീയും കരുതിയാൽ നടക്കാത്തതില്ലല്ലോ റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഞങ്ങൾ ചെയ്തതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചു റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഞങ്ങൾക്ക് ഇനി സലാമത്ത് നൽകണം റബ്ബേ. അല്ലാഹുവേ, ആരൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാൻ. ലൈവിലൂടെ ആരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നു, ആരൊക്കെ ആമീൻ പറയുന്നു, ഇത് ഏതെല്ലാം കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഏതെല്ലാം പ്രവാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ലൈവ് കഴിഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അറിവുകൾ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. ഈ പ്രോഗ്രാം ലൈവ് ചെയ്യുന്ന ഞങ്ങൾ അഡ്മിന്മാർ അല്ലാഹ്, ഇത് എപ്പോൾ ലൈവ് ചെയ്യാൻ ഞങ്ങളെ കൂടെയുള്ള പ്രിയത്തുള്ള സുഹൈൽ എന്ന ഞങ്ങളെ കൂട്ടുകാർ, വണ്ടൂരുള്ള ഞങ്ങളെ റംഷിദടക്കം, അല്ലാഹുവേ തിരുവനന്തപുരത്തുള്ള നാദൃശക്കയടക്കം, സലാം സുഹരി ഉസ്താദ് അടക്കം, അല്ലാഹ് ഞങ്ങളെ ലത്തീഫ് പാഴൂരടക്കം, ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാര് കൂട്ടുകാര്, ഇതിന് വേണ്ടി പോസ്റ്ററുകളൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്ന സിറാജ് ഉസ്താദ്, മുബശ്ശർ, അല്ലാഹുവേ അങ്ങനെ എത്രയോ കൂട്ടുകാരുണ്ട് റബ്ബേ. ഷാഹിദടക്കമുള്ള എത്രയോ കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, നിഅമത്ത് കൊടുക്കണം അല്ലാ, ഖൈറിന്റെ വഴികളെ തുറന്നു കൊടുക്കണേ റബ്ബേ. അങ്ങനെ ദുആ കൊണ്ട് ഏൽപ്പിച്ച എത്രയോ സഹോദര സഹോദരിമാരുണ്ട്, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അഡ്മിന്മാരോട് ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനോട് പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ, അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണമല്ലാ, അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റണമല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ, വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കണമല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റമളാൻ നിലാവ് കഴിഞ്ഞ പ്രോഗ്രാം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇന്നിതാ നിങ്ങൾ അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം വെക്കുമ്പോൾ ആ പ്രോഗ്രാം എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഉസ്താദേ, ഞങ്ങൾ റമളാൻ നിലാവ് കേട്ടതുപോലെ അറിവിൻ നിലാവ് എന്ന ഈ പ്രോഗ്രാം ഞങ്ങളും കുടുംബങ്ങളും കേൾക്കാറുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, ലൈവിലുള്ള എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണമല്ലാ. ഞങ്ങൾ ഈ ലൈവ് ചെയ്യാൻ ക്യാമറ വാങ്ങുന്നു എന്നറിഞ്ഞപ്പോ അതിലേക്ക് സംഭാവന തന്നവരെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല. വലിയ സംഭാവനകൾ തന്നവരുണ്ട്, ചെറിയ സംഭാവനകൾ തന്നവരുണ്ട്, അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സംഭാവന
തന്നിട്ട് അവരുടെ സംഭാവന കൊണ്ടാണ് ഞങ്ങളൊരു ക്യാമറ വാങ്ങിയത്. അല്ലാ, ഈ ക്യാമറയിലൂടെ ഞങ്ങൾ മടവൂർ പാപ്പാന്റെ ഉറൂസ് മുബാറക്കാണ് നടത്തുന്നത്, സ്വലാത്ത് മജ്ലിസ് ആണ് നടത്തുന്നത്. എല്ലാ ദിവസവും അറിവിൻ നിലാവ് എന്ന പേരിൽ രാത്രി സമയത്ത് പ്രഭാഷണ മജ്ലിസാണ് നടത്തുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ സ്വലാത്ത് മജ്ലിസ് നടത്തുന്നുണ്ട്. അല്ലാ, അതിൻ്റെ എല്ലാ സവാബി ക്യാമറ വാങ്ങാൻ സംഭാവന തന്ന മുഴുവൻ കുടുംബങ്ങൾക്കും നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണം അല്ലാ. അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്ക റബ്ബേ. അവരെ സങ്കടങ്ങളൊക്കെ മാറ്റണം അല്ലാ. അല്ലാഹുവേ, ഈ ഒരു സംരംഭത്തിലേക്ക് ആരൊക്കെ മനസ്സറിഞ്ഞ് ഏതെല്ലാം നിനക്ക് സംഭാവന പറഞ്ഞവരുണ്ടോ, പ്രവാസികളുണ്ട്, കുടുംബസമേതം സംഭാവന തന്നവരുണ്ട്, ചെറിയ മക്കളടക്കം സംഭാവന പറഞ്ഞവരുണ്ട്. അല്ലാ, അവരൊക്കെ പരീക്ഷയിൽ നല്ല വിജയം കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ ആരൊക്കെ സംഭാവന പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലാഹുവേ, നിനക്കറിയാമല്ലോ അവരുടെ മുറാദുകൾ, നീ ഹാസിലാക്കി കൊടുക്കണം റബ്ബേ. ഈ ക്യാമറയിലൂടെ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ മുഴുവൻ പ്രതിഫലവും അവരുടെയും അവരെ കുടുംബങ്ങളുടെയും അക്കൗണ്ടിലേക്ക് അതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, എൻ്റെ പുന്നാര ഉമ്മ ഖബറിലാണ്. അങ്ങനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി ഞങ്ങളെ ഉമ്മ വാപ്പ വലിയമ്മ വലിയപ്പ ഭാര്യയുടെ കുടുംബങ്ങള്, അല്ലാ ഞങ്ങളെ ഭർത്താവിൻ്റെ കുടുംബങ്ങള്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, ഞങ്ങളെ അഡ്മിന്മാരെ കുടുംബങ്ങള്, ഈ പ്രോഗ്രാം ലൈവിലൂടെ കേട്ട് ആമീൻ പറയുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ, മിനിയാന്ന് മരണപ്പെട്ടു പോയ എൻ്റെ ഡ്രൈവറായിരുന്ന പത്തപ്രിയത്തുള്ള നൗഷാദി എന്ന കുഞ്ഞാണിയുടെ ഉമ്മയടക്കം അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട് റബ്ബേ. കോവിഡ് വിടപെട്ട് മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാ, അല്ലാതെ മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. അവരൊക്കെ ഖബർ സ്വർഗമാക്ക് അല്ലാ, വിശാലമാക്ക് റബ്ബേ. അവരെ ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നാളെയും കൃത്യം 8:30 ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മജ്ലിസ് 8:30 ആരംഭിക്കാനാണ്. അറിവിൻ നിലാവ് എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് ഇതുവരെ നമ്മൾ റമദാൻ നിലാവ് പ്രോഗ്രാം നടത്തി, അതിന്റെ സമാപനം പെരുന്നാൾ നിലാവിന്റെ പ്രോഗ്രാം നടത്തി. ഇനി അറിവിൻ നിലാവ് എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഗ്രാം നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇതിന്റെ അഡ്മിന്മാർക്കും എല്ലാവർക്കും അല്ലാഹു വലിയ ബറക്കത്ത് പ്രദാനം ചൊരിയട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് മടവൂർ പാപ്പാന്റെ പേരിലുള്ള ഉറൂസും അവിടുത്തെ പേരുള്ള മൗലിദും ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്തണം. ദുആ വസിയത്തൊക്കെ നമ്മുടെ അഡ്മിന്മാരുമായിട്ട് നിങ്ങൾ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി നാളെ ഇൻഷാ അല്ലാഹ് കൃത്യം 8:30 ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.